ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. 10 വർഷത്തിലേക്ക് കടക്കുന്ന പിണറായി സർക്കാരിനെ കുറിച്ച് വാഗ്ദാന ലംഘനം ആരോപിക്കാനേ പ്രതിപക്ഷം തുനിഞ്ഞിട്ടില്ല. 2016-ലെയും 2021-ലെയും LDF പ്രകടന പത്രികയെപ്പറ്റി മിണ്ടുന്നത് പോയിട്ട് അതേപ്പറ്റി ചിന്തിക്കുന്നത് പോലും ആലോചിക്കാനാവാത്ത അവസ്ഥയിലാണ് പ്രതിപക്ഷം. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ വ്യാപ്തി പോലും പ്രതിപക്ഷ വിദഗ്ധർ തിരിച്ചറിഞ്ഞത് 4 വർഷത്തിനിപ്പുറം പ്രഖ്യാപനത്തിൻ്റെ തലേന്നും മാത്രമാണ്. അപ്പുറത്ത് മുഖ്യമന്ത്രിയാവട്ടെ 10 വർഷം ചെയ്യുമെന്ന് പറഞ്ഞതും ചെയ്തതും മാത്രം പറയുന്നു. സർവ്വമേഖലയിലെയും ഇടപെടലുകളെപ്പറ്റി വാചാലമായി സംസാരിക്കുന്നു. എന്തെങ്കിലും ഒന്ന് ചലഞ്ചു ചെയ്യാൻ പോലും പ്രതിപക്ഷത്തിന് കഴിയുന്നുമില്ല. മുഖ്യമന്ത്രി ഗൾഫ് നാടുകളിലെ പ്രവാസികളോടും ഇതെല്ലാം വ്യക്തവും വിശദവുമായി പറയുകയാണ്. അവിടെയും പ്രതിപക്ഷത്തിന് എതിർപ്പറിയിക്കാൻ പോലും യാതൊന്നുമില്ല. പ്രവാസി ക്ഷേമത്തിന് വാഗ്ദാനം ചെയ്തതെല്ലാം പൂർത്തീകരിച്ചാണ് മുഖ്യമന്ത്രി അവർക്ക് മുന്നിൽ നിൽക്കുന്നത്. ഏറ്റവും ഒടുവിൽ നിലവിൽ വന്ന നോർക്ക കെയർ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും വലിയ വിജയമായി. 181 രാജ്യങ്ങളിലെ പ്രവാസികളാണ് ഗുണഭോക്താക്കൾ. കേരളത്തിൻ്റെ ഭരണാധികാരികൾക്ക് നാളിതുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും ഗംഭീരവും ഉജ്ജ്വലവുമായ സ്വീകരണമാണ് മുഖ്യമന്ത്രി പിണറായിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹ്റൈൻ, മസ്കറ്റ്, സലാല, ഖത്തർ സന്ദർശനം പൂർത്തിയായി. കുവൈറ്റിലെത്തിയ മുഖ്യമന്ത്രിയെ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹാദ് യൂസഫ് സൗദ് അൽ സബ സ്വീകരിച്ചു. നാളെയാണ് കുവൈറ്റിലെ പരിപാടി. 9-ാം തീയതി ഞായറാഴ്ചയാണ് അബുദാബി സന്ദർശനം. 26 വർഷങ്ങൾക്ക് ശേഷമാണ് മസ്കറ്റിൽ കേരള മുഖ്യമന്ത്രി എത്തിയത്. സലാലയിൽ ആദ്യമായിട്ടാണ് കേരള മുഖ്യമന്ത്രിയുടെ സന്ദർശനം. ഭരണാധികാരികളുമായുള്ള കൂടിക്കാഴ്ചകൾ വേറെ. വഞ്ചനാവലിയാണ് ഓരോ കേന്ദ്രത്തിലും മുഖ്യമന്ത്രിയെ കാണാനും കേൾക്കാനുമായി എത്തിക്കൊണ്ടേയിരുന്നത്. 2016 മുതൽ കേരളത്തിന് വന്ന മാറ്റങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി പ്രവാസ സമൂഹത്തോട് സംസാരിക്കുന്നു. ചെയ്ത കാര്യങ്ങൾ ജനങ്ങളോട് പറയാനുള്ള ആർജവമാണ് മുഖ്യമന്ത്രിയുടെ പരിപാടികളെ ശ്രദ്ധേയമാക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് KV അബ്ദുൽ ഖാദർ CPIM, CK ഷാക്കിർ മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് നേതാവ്, P ശ്രീജിത്ത് ബഹ്റൈനിൽ നിന്നും പങ്കെടുക്കുന്നു, ലോക കേരള സഭാംഗമാണ്, അഡ്വക്കേറ്റ് സലീം ചോലമുഖത്ത് അബുദാബിയിൽ നിന്ന് ഉണ്ടാകും, ലോക കേരള സഭാംഗം, അജയൻ പൊയ്യാറ മസ്കറ്റ്, EM സുധീർ ഖത്തറിൽ നിന്ന് പങ്കെടുക്കും, കേരള പ്രവാസി ക്ഷേമ ബോർഡിൻ്റെ ഡയറക്ടറാണ്, ലോക കേരള സഭാംഗമാണ്, AK പവിത്രൻ സലാല, TV ഹിക്മത്ത് കുവൈറ്റ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ വിപുലമായ പരിപാടി കഴിഞ്ഞതും ഇന്നിപ്പോൾ കുവൈറ്റിൽ, അതിനുശേഷം അബുദാബിയിൽ. അപ്പോൾ ഇവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രവാസി സമൂഹം അദ്ദേഹത്തിൻ്റെ പരിപാടികളെ ഏറ്റെടുത്തത്, എത്രമാത്രം ചലനാത്മകമായി, ഏതൊക്കെ തരത്തിൽ അവരതിനെ ശ്രദ്ധിക്കുന്നു എന്നതൊക്കെ അടങ്ങുന്നത് കൊണ്ടാണ് ഈ പ്രവാസി സമൂഹത്തിൻ്റെ പ്രതിനിധികൾ കൂടി ഈ ഇന്നത്തെ ന്യൂസ് ആൻഡ് വ്യൂസിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് കരുതാനിടയായത്. പ്രത്യേകമായി പറയേണ്ട ഒരു കാര്യം, കേരളത്തെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും ശക്തമാണ് നമ്മുടെ പ്രവാസി ലോകം എന്ന് പറയുന്നത്. ആ പ്രവാസി ലോകത്തേക്ക്, ഈ രാജ്യങ്ങളിലേക്കാകെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചെന്നെത്തുമ്പോൾ, വിപുലമായി പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ കേരളത്തിൻ്റെ വളരെ സജീവമായ മാധ്യമലോകം, മുഖ്യധാരാ മാധ്യമങ്ങൾ, മുഖ്യധാരാ ദൃശ്യമാധ്യമങ്ങൾ വിശേഷിച്ചൊക്കെ എത്രമാത്രം ഗൗരവമായി ഇതിനെ കണ്ടിട്ടുണ്ട് എന്നൊരു വളരെ പ്രധാനപ്പെട്ട വിമർശനപരമായ പ്രശ്നം കൂടിയുണ്ട്. ഒരുപക്ഷെ അവരുടെ അനുഭവങ്ങളിൽ നിന്ന് പറയട്ടെ, കേരളത്തിലെ ഈ മാധ്യമങ്ങൾക്കൊക്കെ കേരളത്തിലേതുപോലെ തന്നെ വളരെ സജീവമായ ബ്യൂറോകളും സംവിധാനങ്ങളും എല്ലാം ഈ രാജ്യങ്ങളിലൊക്കെയുണ്ട്. വളരെ സജീവമായി അവരെല്ലാം തന്നെ കൂട്ടായ്മകളായി പ്രവർത്തിക്കുന്നതാണ്. പക്ഷേ അതിൻ്റേതൊക്കെയായ വിപുലമായ മാനത്തിൽ ഈ സന്ദർശനം, അതിലൂടെ ഉയരുന്ന ചർച്ചകൾ, ആ കൂടിക്കാഴ്ചകൾ, അവിടെ നടക്കുന്ന ഭരണകർത്താക്കളുമായുള്ള കൂടിക്കാഴ്ചകൾ, അതിനെയൊക്കെ വളരെ ചെറിയ കാര്യങ്ങളെപ്പോലും വലിയ വിപുലമായ തരത്തിലേക്ക് കൊണ്ടാടുന്ന കേരളത്തിലെ ദൃശ്യമാധ്യമ സംവിധാനങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ എത്രമാത്രം അതിൽ ശ്രദ്ധ കാട്ടിയിട്ടുണ്ട് എന്നത് വളരെ പ്രധാനമാണ്. അങ്ങനെ അതൊരു ചർച്ചയിലേക്ക് പോയാൽ അത് ഒരുപക്ഷെ മാധ്യമ സമീപനവുമായി ബന്ധപ്പെട്ട വിമർശനം, കുറ്റകരമായ ഒരു സമീപനം എന്ന വിമർശനം കൂടി ഒരുപക്ഷെ സംഭവിച്ചേക്കാം. അതൊരുപക്ഷെ ആ മേഖലകളിൽ പ്രവാസി സമൂഹത്തിൻ്റെ കൂടി അക്കാര്യങ്ങളിലൊക്കെയുള്ള അനുഭവവും അഭിപ്രായവും കൂടി കേൾക്കേണ്ടതുണ്ട് എന്ന് വിചാരിക്കുന്നു. ഞാൻ CK ഷാക്കിറിലേക്കാണ് വരുന്നത്, മുസ്ലിം ലീഗ് നേതാവ്. ഷാക്കിർ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, ഇങ്ങനെ വിപുലമായ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു, പ്രവാസികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, വളരെ വലിയ തോതിൽ അത് സ്വീകരിക്കപ്പെടുന്നു എന്നാണ് മാധ്യമ വാർത്തകൾ, ദൃശ്യങ്ങൾ, അവിടെ നിന്ന് വരുന്ന സമൂഹ മാധ്യമ റിപ്പോർട്ടുകൾ ഒക്കെ സൂചിപ്പിക്കുന്നത്. ശ്രദ്ധിച്ചിരുന്നോ? എന്താണ് അഭിപ്രായം? അല്ല, അറബ് ലോകത്ത് പ്രത്യേകിച്ച് അതിഥികളെ സ്വീകരിക്കാൻ വളരെ മിടുക്കരാണ്, വലിയ താല്പര്യം കാണിക്കുന്ന ആളുകളാണ്. പ്രവാസികളും അങ്ങനെ തന്നെ അതിഥികളോട്, അല്ലെങ്കിൽ നമ്മളെ മലയാളികളായിട്ടുള്ള ഏത് രാജ്യക്കാരായിട്ടുള്ള ആളുകളോടും ഗൾഫിലെത്തിയാൽ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കും. എനിക്കിതിലൊരു ചിരി വരുന്നതേ, നമ്മുടെ ശരത്ത് തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ ഈ പ്രവാസ ലോകത്ത് നിന്ന് അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള ആളുകൾ കാണുമ്പോൾ അവർ പൊട്ടിച്ചിരിക്കുന്നുണ്ടാവും. ഞാൻ ആ ഇൻട്രോ കേട്ട ഉടനെ ഇപ്പോൾ ശരത്തിന് ഒരു വീഡിയോ അയച്ചിട്ടുണ്ട് വാട്സപ്പിൽ. 2016
ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ഉടനെ ഡിസംബർ മാസത്തിൽ അദ്ദേഹം ഗൾഫ് സന്ദർശനം നടത്തുന്നുണ്ട്. ആ ഗൾഫ് സന്ദർശനം ദുബായിൽ വെച്ച് 10,000-കണക്കിന് ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗം യൂട്യൂബിലെ ഏറ്റവും വലിയ കോമഡികളിൽ ഒന്നാണ്. അതിൻ്റെ ലിങ്കാണ് ഞാനിപ്പോൾ ശരത്തിന് അയച്ചിട്ടുള്ളത്. അവിടെ അദ്ദേഹം പറയുന്നുണ്ട് പ്രവാസികളെക്കുറിച്ച് ഏറ്റവും അദ്ദേഹം നല്ല പ്രസംഗമാണ് നടത്തുന്നത്. മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ദുബായിൽ 2014 ഒരു മിനിറ്റ് കേൾക്കട്ടെ. 2016 അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ ആ ലിങ്ക് മുഴുവൻ ഞാൻ വിട്ടിട്ടുണ്ട്. പ്രശ്നങ്ങൾ മുഴുവൻ എനിക്കറിയാം. ആ പ്രശ്നങ്ങൾ മുഴുവൻ അദ്ദേഹം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് 6 മാസത്തെ ശമ്പളം കൊടുക്കും. അത് നിങ്ങൾ കേൾക്കണം. അങ്ങനെ എന്താ പറയുക, വളരെ വലിയ ചിരി വരുന്ന പ്രഖ്യാപനങ്ങൾ. അത് ഞാൻ 2006 മുതൽ 2018 വരെ സൗദി അറേബ്യയിൽ ജോലി ചെയ്ത പ്രവാസി കൂടിയായിരുന്നു. നമുക്കൊക്കെ അദ്ദേഹം ദുബായിൽ സന്ദർശിക്കുമ്പോൾ ഞാൻ സൗദിയിലുണ്ട്. നമ്മളൊക്കെ വലിയ പ്രതീക്ഷയോടെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത് അദ്ദേഹം നിങ്ങൾക്ക് ശരത്തിനൊരു സ്വഭാവമുണ്ട്. അല്ല, പറയാൻ സമ്മതിക്കുകയാണെങ്കിൽ വിളിച്ചാൽ നിങ്ങൾ എന്നെ പറയാൻ സമ്മതിക്കാറില്ല. നിങ്ങൾ ചോദിച്ചോളി. ഞാൻ അവിടെ 12 വർഷം ജോലി ചെയ്ത മനുഷ്യനാണ്. നിങ്ങളുടെ കൈരളി ചാനൽ തന്നെ അവിടെ ഇരുന്ന് ഒരു പ്രതിവാര പങ്ക്തിയിൽ സ്ഥിരമായി പങ്കെടുത്ത ആളാണ്. 2007 മുതൽ ഞാൻ പങ്കെടുത്തിരുന്നു. അപ്പോൾ അത് ഞാൻ പറയട്ടെ, KMC നേതാവ് എന്നുള്ളവർക്ക് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ 2006 ഞാൻ പറയുന്നത് കേൾക്കണില്ലേ? പിന്നെ നന്നായി കേൾക്കാം, ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. സോറി, 2016 പിണറായി വിജയൻ ദുബായിൽ നടത്തിയ പ്രഖ്യാപന ലിങ്ക് ഞാനിപ്പോൾ ഇങ്ങനെ അയച്ചിട്ടുണ്ട്. പ്രവാസിക്ക് തിരിച്ചെത്തുന്ന പ്രവാസികൾ 6 മാസത്തെ ശമ്പളം, അതുപോലെ ജോലി നഷ്ടപ്പെട്ട ആളുകൾക്ക് കൊല്ലത്തിൽ ഒരു മാസത്തെ ശമ്പളം, ഇങ്ങനെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി. ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വാഗ്ദത്ത ലംഘനം നടത്തിയിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ഇൻട്രോയിൽ പറഞ്ഞല്ലോ, ഒന്നുപോലും UDF-കാർക്ക് പറയാനില്ല. ഇത് കേൾക്കുന്ന പ്രവാസികളുണ്ട്. നിങ്ങൾ നോക്ക്, 350 രൂപ അംശാദായം അടക്കുന്ന ഏക ക്ഷേമ പദ്ധതി പ്രവാസി പെൻഷനാണ്. ആ പ്രവാസി പെൻഷൻ 350 രൂപ കൊടുത്തിട്ട് നമ്മൾ മറ്റ് ക്ഷേമ പദ്ധതികളിൽ കൊടുക്കുന്ന ആനുകൂല്യം പോലും കൊടുക്കുന്നതല്ലെന്ന് മാത്രമല്ല, ഇപ്പൊ പ്രസവാനുകൂല്യം വനിതകളായിട്ടുള്ള പ്രവാസികൾ ഇതിൽ ചേർന്നാൽ വെറും 4000 രൂപയാണ് പ്രവാസി പദ്ധതിയിൽ നിന്ന് കൊടുക്കുന്നത്. എന്നാൽ കേരളത്തിൽ മറ്റ് പെൻഷനുകളിൽ 10,000 രൂപ കൊടുക്കുന്നു. നിങ്ങൾ നോക്ക്, അത്തരം ഒരു 4000 രൂപ ഇപ്പൊ സൗദിയിലോ ദുബായിലോ റിയാലിലേക്കോ ദിർഹമിലേക്കോ മാറ്റിയാൽ 150 100 വരുള്ളൂ. അവിടെ ഒന്ന് കൺസൾട്ടേഷൻ പോലും കഴിയില്ല. ആ രീതിയിൽ പ്രവാസികളെ ദ്രോഹിച്ചിട്ടുള്ള ഒരു സർക്കാർ ഇപ്പൊ നിങ്ങൾ നോക്ക്, 5000 രൂപ പ്രവാസി പെൻഷനായി വർദ്ധിപ്പിക്കുമെന്ന് ഈ ഇടതുപക്ഷ ജനാധിപത്യ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു. ശരത്, ഇപ്പൊ എത്രയാണ് പെൻഷൻ? 5000 ആക്കിയിട്ടുണ്ടോ? എത്ര പൊള്ളയായ വാഗ്ദാനങ്ങൾ. അദ്ദേഹം ഗൾഫിലേക്ക് വരുന്നത് ആളുകൾ സ്വീകരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ സന്തോഷിക്കുന്നു. അദ്ദേഹം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് യൂറോപ്പിലോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലോ ഉള്ള പ്രവാസികളെ മലയാളികളെ പോലെയല്ല ഗൾഫിലെ പ്രവാസികൾ. അവരുടെ ശമ്പളം, അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ചെറിയ തുക അവിടുത്തെ ചെലവിന് മാറ്റി വെച്ച് മുഴുവൻ നമ്മളെ കേരളത്തിലേക്ക് വിദ്യാഭ്യാസം ആ പ്രവാസികളെ ചേർത്ത് പിടിക്കേണ്ടതിന് പകരം കോവിഡ് കാലത്ത് പോലും ഒരു വിമാനം ആളുകളെ കൊണ്ടുവരാത്ത അവർ നാട്ടിലേക്ക് വന്ന പ്രവാസികളെ നമ്മളെ എന്താ പറയാ ഓടിച്ചിട്ട് പിടിക്കുകയായിരുന്നു. അത്രയും ക്രൂരതയാണ് ഈ പിണറായി വിജയൻ സർക്കാർ പ്രവാസികളോട് കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ആദ്യ റൗണ്ടിൽ തന്നെ നിങ്ങളുടേതായ ഞാൻ മറ്റുള്ളവരെ കൂടി ഒന്ന് എടുക്കട്ടെ. തുടക്കത്തിൽ നിങ്ങളുടെ മനസ്സിലായി, അതിന് തടസ്സമൊന്നുമില്ലല്ലോ. നിങ്ങൾ പറഞ്ഞത് വെച്ച് ഞാൻ മറ്റുള്ളവരിലേക്ക് പോയിട്ട് ഷക്കീർ വരാം, ആയിക്കോട്ടെ, വിമർശനം അല്ലെങ്കിൽ നല്ലത് എന്തു ആവട്ടെ, ഞാൻ വരാം. ഇവിടെ ശ്രദ്ധിച്ചൊരു കാര്യം, ഷാക്കിർ പറഞ്ഞതിൽ അതിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു വിമർശനം ഉണ്ടല്ലോ. ഇവിടെ ഞാൻ ശ്രീ അബ്ദുൽ ഖാദറിലേക്കാണ് വരുന്നത്. അദ്ദേഹം ആദ്യം ഉദാഹരിച്ചത് 2016 അധികാരത്തിൽ വന്ന് മാസങ്ങൾക്കപ്പുറം ഡിസംബറിൽ മുഖ്യമന്ത്രി പോയി അവരോട് സംസാരിച്ചതിനെക്കുറിച്ചാണ്. പക്ഷേ അത് വലിയ തമാശയാണ്, കോമഡിയാണ് എന്ന് പറയുമ്പോൾ, പക്ഷേ അതേ മുഖ്യമന്ത്രി 10 വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ 10 വർഷം നിങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അതാ ഇങ്ങനെയൊക്കെ നിറവേറ്റി എന്ന് അവരോട് പോയി അവരുടെ മുമ്പിൽ നിന്ന് തന്നെ പറയാൻ ഉള്ള ആർജവവും താല്പര്യവും കാട്ടുന്നു എങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതല്ലേ? ശ്രീ അബ്ദുൽ ഖാദർ, KV അബ്ദുൽ ഖാദർ, ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 10 വർഷം ഈ വിമർശനം പറയുന്ന ആളുകൾ ഏതൊക്കെ തരത്തിൽ ഈ വിഷയങ്ങളിൽ സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഇടപെട്ടു? ഏതെങ്കിലും തരത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി ഒരു പ്രതിഷേധത്തിനോ ഇടപെടലിനോ പ്രതിപക്ഷത്തിന് പ്രവാസി പ്രശ്നങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ ഷാക്കിർ തുടങ്ങി വെച്ചത് താങ്കൾ കേട്ടല്ലോ. താങ്കളുടെ അഭിപ്രായത്തിൽ അതിനുള്ള മറുപടി അടക്കം എന്താണ് പറയാനുള്ളത്? അല്ല, ഇത് യഥാർത്ഥത്തിൽ കോമഡി ഇപ്പോൾ നേരത്തെ സംസാരിച്ച ലീഗ് നേതാവിൻ്റെ പ്രതികരണമാണ്. ഈ കാര്യങ്ങളൊന്നും പഠിക്കാതെ ആരോ പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കേരളം
പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഈ നടപടികൾ, ക്ഷേമ പദ്ധതികൾ വളരെ ആവേശപൂർവ്വവും ആഹ്ലാദപൂർവ്വവും പ്രവാസി മലയാളികൾ ഉൾപ്പെടെ കേൾക്കുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ നടപടികൾ കൊണ്ട് തന്നെയാണ്. ഇപ്പം ഞാൻ കേരള നിയമസഭയിൽ 15 വർഷം MLA ആയിരുന്ന ഒരാളാണ്. എനിക്ക് വ്യക്തമായിട്ടറിയാം 2006 VS ഗവൺമെൻറ്റാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പ്രവാസി ക്ഷേമ നിയമം കൊണ്ടുവരുന്നത്. KMCC നേതാവ് ഇതിന് വിയോജനം ഉണ്ടെങ്കിൽ ഇതിന് ശേഷം പറഞ്ഞോളൂ. ഇതിന് മുമ്പ് UDF ഗവൺമെൻറ് ഉണ്ടായിട്ടില്ലേ? നിങ്ങൾ കൊണ്ടുവന്നോ? നിങ്ങൾ കൊണ്ടുവന്നില്ല. PK ഗുരുദാസൻ തൊഴിൽ മന്ത്രി ആയിരിക്കുമ്പോഴാണ് ആ നിയമം നിയമസഭയിൽ പൈലറ്റ് ചെയ്തത്. ഞാൻ ആ സഭയിൽ അംഗമായിരുന്നു. ആദ്യമായിട്ടാണ് ആ നിയമം കൊണ്ടുവരുന്നത്. 500 രൂപയാണ് അന്ന് പ്രവാസി പെൻഷൻ. 2011 ഞങ്ങളുടെ ഗവൺമെൻറ് പോയി, UDF ഗവൺമെൻറ് വന്നു. ഞാൻ 5 കൊല്ലം നിയമസഭയിലുണ്ട്. മുസ്ലിം ലീഗിൻ്റെ എപ്പേർപ്പെട്ട നേതാക്കളൊക്കെ ആ മന്ത്രിസഭയിൽ അംഗങ്ങളാണ്. KMCCക്കാർ മുഴുവൻ പിന്തുണച്ച ഗവൺമെൻറ്റായിരുന്നു. ഞാൻ ചോദിക്കുന്നു, 2011 മുതൽ 2016 വരെ ഭരിച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? പെൻഷൻ കൂട്ടിയോ? ഇവിടെ അദ്ദേഹം പ്രസവാനുകൂല്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പ്രവാസികൾക്ക് പെൻഷൻ നൽകണം, വർദ്ധിപ്പിക്കണം എന്ന നിയമസഭയിൽ എൻ്റെ 4 സബ്മിഷന് മറുപടി പറഞ്ഞപ്പോഴും പരിഗണിക്കാം, കൂട്ടാം എന്ന് പറഞ്ഞതല്ലാതെ 1 രൂപ പോലും വർദ്ധിപ്പിച്ചില്ല. അവിടെയാണ് പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ ആർജവം. തികഞ്ഞ അഭിമാനത്തോടെ ഞാൻ പറയുന്നു, LDF ഗവൺമെൻറ് 2016 വന്ന ശേഷമാണ് ആ 500 രൂപ ആദ്യം 2000 രൂപയായിട്ട്, പിന്നീട് അത് 3000-ഉം 3500 രൂപയായിട്ട് വർദ്ധിപ്പിച്ചത്. കേരളത്തിൽ ഉള്ള ഈ പദ്ധതി നിങ്ങളുടെ കോൺഗ്രസ് ഭരിക്കുന്ന ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലുമില്ല. കോൺഗ്രസ്സുകാർ അവർക്ക് സംഘടനയുണ്ട്, അവർക്ക് അവരുടെ ആളുകൾ പുറത്ത് പലയിടത്തും ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ ഇന്ത്യയിൽ ഒരിടത്തുമില്ല. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ നിശ്ചയദാർഢ്യമാണ് ഇന്ന് പ്രവാസ ലോകത്ത് അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകാര്യതയുടെ അടിസ്ഥാനം. അല്ലാണ്ട് ആരും ഓടിച്ചെന്നാൽ സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പല നേതാക്കളും പോയിട്ടുണ്ടല്ലോ. ഏതെങ്കിലും ഹോട്ടലിൽ 4 ആൾ ചേർന്ന് ഒരു ബൊക്കെ കൊടുത്ത് സ്വീകരിച്ചതല്ലാതെ അവിടെ ഒരു ഇളക്കം ഉണ്ടാക്കാൻ നിങ്ങളുടെ ഒരു നേതാവിനും ഇന്നോളം കഴിഞ്ഞിട്ടില്ല. പിണറായി വിജയൻ അത് കഴിയുന്നത് അദ്ദേഹം പ്രവാസികളോട് കാണിച്ച ഏറ്റവും വലിയ ഹൃദയവിശാലതയാർന്ന സമീപനാണ്. അദ്ദേഹം കോവിഡ് കാലത്ത് ആട്ടിയോടിച്ചെന്നൊക്കെ പറഞ്ഞില്ലേ? മിസ്റ്റർ, നിങ്ങൾ കാര്യമറിയാതെ സംസാരിക്കരുത്. ഇന്ത്യയിലാകെ കോവിഡ് കാലത്ത് തിരിച്ചെത്തി ഗൾഫിലേക്ക് പോകാൻ കഴിയാത്ത പ്രവാസികൾക്ക് പോക്കറ്റ് മണി പ്രഖ്യാപിച്ച ഏക ഗവൺമെൻറ് കേരളത്തിൽ LDF ഗവൺമെൻറ്റാണ്, പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റാണ്. അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും 5000 രൂപ വെച്ച് നൽകി. 5000 രൂപ വലിയ സംഖ്യയാണെന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ആ കോവിഡ് കാലത്ത് അങ്ങനെ ഒരു സഹായം എന്ന് പറയുന്നത് അക്കാലത്ത് ആ ഘട്ടത്തിൽ അതൊരു വലിയ സഹായം തന്നെയായിരുന്നു. വേറെ ഏതെങ്കിലും ഗവൺമെൻറ് ചെയ്തിട്ടുണ്ടോ? ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. പ്രവാസി ക്ഷേമ നിധി അതിൻ്റെ ആനുകൂല്യങ്ങൾ നിലനിർത്താൻ വേണ്ടി ഇപ്പോൾ ഗവൺമെൻറ് 70 കോടി രൂപ കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ എത്ര കൊടുത്തു? നിങ്ങളുടെ കാലത്ത് വല്ലതും ചെയ്തിട്ടുണ്ടോ? പ്രവാസി ക്ഷേമത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന KMCCയും OICCയും നിങ്ങളുടെ ഗവൺമെൻറ് കാലത്ത് എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് മറുപടി പറയണം. മാത്രമല്ല, നിങ്ങൾ കേന്ദ്രം ഭരിച്ചിരുന്നില്ലേ? UPA ഇപ്പോൾ BJP ഭരിക്കുകയാണ്. 6 മന്ത്രിമാർ കേരളത്തിൽ നിന്ന് UDFന് കേന്ദ്രത്തിൽ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ, ആ ഘട്ടത്തിലും വിമാനക്കൂലി പ്രവാസി മലയാളികൾക്ക് കൂടുതൽ, മറ്റ് രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രവാസി മലയാളികളെ തലയിൽ കെട്ടിവെച്ചവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഇതേക്കുറിച്ച് പറയാൻ ഒരവകാശവും ഇല്ല. LDF ഗവൺമെൻറ് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു. സമയം അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത റൗണ്ടിൽ അതിലേക്ക് കൂടി വരാം. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്കൊപ്പം തന്നെ ഈ പ്രവാസി സമൂഹത്തിൻ്റെ പ്രതിനിധികൾ കൂടി ഈ ചർച്ചയിൽ വേണ്ടതുണ്ട് എന്നതുകൊണ്ട് കൂടി അവരെ കൂടി നമുക്ക് അല്പം കേട്ടുകൊണ്ട് നിങ്ങളിലേക്ക് ഞാൻ അടുത്ത റൗണ്ടിൽ വരികയും ചെയ്യാം. ഞാനൊരു കാര്യം നേരത്തെ വന്നതുകൊണ്ടാണ്, ചില കാര്യങ്ങൾ ഒരു സമൂഹത്തിൻ്റെ ഒരു നന്മയുമായി ബന്ധപ്പെട്ട് കൂടി കാണണം. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ നോർക്ക റൂട്ട്സ് എന്ന് പറയുന്ന ഈ സംവിധാനം അത് രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തിനുമില്ലാത്ത കേരളത്തിൻ്റെ വളരെ സവിശേഷ
സവിശേഷമായ കേരളമായി രൂപപ്പെടുത്തിയ ഒന്നാണ് നോർക്ക റൂട്ട്സ്. വലിയ ഇടപെടൽ അതിലൂടെ നടത്താൻ കഴിയുന്നു എന്നുള്ളത് നമ്മൾ രാഷ്ട്രീയമായി കൊച്ചാക്കി കാണേണ്ടതോ അല്ലെങ്കിൽ വിമർശനപരമായി കാണേണ്ടതല്ല. അങ്ങനെ കേരളത്തിന് കഴിയുന്നു. ഇനി ആ കണക്കുകളൊന്ന് രണ്ടോ മൂന്നോ വാക്യത്തിൽ ഞാനത് അവസാനിപ്പിക്കാം. ഇപ്പോൾ 2016 ഇപ്പോഴും അതാണല്ലോ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയായി പിണറായി വരുന്നത് ഇപ്പോൾ 2016, UDF ഭരണം അവസാനിക്കുന്നത് 2016. അന്ന് കണക്കുകൾ നോക്കിയാൽ മനസ്സിലാവുന്ന 13 സർക്കാർ പദ്ധതികളാണ് ഈ പ്രവാസികളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നതെങ്കിൽ നിലവിലത് 22 പദ്ധതികളായി. ആ പദ്ധതികളിൽ തന്നെ ഇപ്പോൾ ബജറ്റിൻ്റെ വിഹിതം ഒന്ന് നോക്കാം, അതാണല്ലോ പ്രധാനം. നോർക്ക വകുപ്പിന് 2016-17 25.39 കോടി രൂപയാണ്, 25 കോടി 39 ലക്ഷം ബജറ്റിൽ അനുവദിച്ചുവെങ്കിൽ ഇപ്പോൾ 23-24 വർഷത്തിലേക്ക് വന്നാൽ അത് 135.75 കോടിയായി അത് വർദ്ധിച്ചു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ മലയാളികളായ പ്രവാസികളെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ 24-25 എന്ന് പറയുന്ന ഈ സാമ്പത്തിക വർഷം നോക്കിയാൽ അത് ഈ 135 കോടിയിൽ നിന്ന് 135.25 കോടിയിൽ നിന്ന് 143.81 കോടി രൂപയായും 25-26 നോക്കിയാൽ ഇപ്പോൾ അത് കണക്ക് കൂട്ടിയിരിക്കുന്ന 150 കോടിയാണ്, 150.81 കോടി രൂപ കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ നാട്ടിലെ പ്രവാസികളെ സംബന്ധിച്ച് അവരുടെ നാടിനെക്കുറിച്ച് വലിയൊരു ആത്മവിശ്വാസം തോന്നാൻ കഴിയേണ്ടത് തന്നെയാണ്. അത് തന്നെ സ്വാഭാവികമായും മുഖ്യമന്ത്രി അങ്ങനെ ജനകീയ പരിപാടികളിൽ, അബ്ദുൽ ഖാദർ പറഞ്ഞ നേതാക്കൾ പോകുന്നു, ചെറിയ ഓഡിറ്റോറിയത്തിൽ എല്ലാവരെയും കാണുന്ന പോലത്തെ പരിപാടികളല്ല ഇത്. അതുകൊണ്ട് തന്നെ ബഹ്റിനിൽ നിന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീജിത്ത് ഉണ്ട്. ശ്രീജിത്ത്, ഗുഡ് ഈവനിങ്. ബഹ്റിനിലാണ് തുടങ്ങിയതല്ലേ മുഖ്യമന്ത്രിയുടെ പരിപാടി? നിങ്ങളുടെ ഒരു അനുഭവം എന്തായിരുന്നു? ആ പരിപാടിയിലേക്ക് ആളുകൾ എത്തിയത്, അവിടെ അദ്ദേഹം സംസാരിച്ച ഒന്ന് ചുരുക്കി ആ ഒരു അനുഭവം ഒന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും പ്രവാസ ലോകത്തിന്റെ ചരിത്രത്തിൽ വളരെ ആവേശഭരിതമായിട്ടുള്ള ഒരു അനുഭവമാണ് മുഖ്യമന്ത്രിയുടെ ഗൾഫ് നാടുകളിലേക്കുള്ള മലയാളി സമ്മേളനം പ്രവാസികൾക്കാകെ സമ്മാനിച്ചിട്ടുള്ളത്. ബഹ്റിലാണ് ഈ സമ്മേളനത്തിന്റെ തുടക്കം എന്നുള്ളത് കൊണ്ട് തന്നെ ഏറെ ശ്രദ്ധയോടുകൂടിയാണ് എല്ലാവരും ഈ സമ്മേളനത്തെ ശ്രദ്ധിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹിഷ്കരണ ആഹ്വാനങ്ങൾ പോലും ഉണ്ടായപ്പോഴും അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് പ്രവാസികൾ ഒന്നാകെ, അതായത് ഈ മലയാളി സംഘടനകൾ തന്നെ ചിലരൊക്കെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു, പക്ഷേ പ്രവാസികൾ അതെല്ലാം മറന്ന് അവരുടെ മുഖ്യമന്ത്രിയെ കാണാൻ എത്തിയെന്നാണോ? എല്ലാം മറന്ന് ഒറ്റ കൈയായി മുഖ്യമന്ത്രിയെ സ്വീകരിക്കുന്ന കാഴ്ചയാണ്. സംഘാടകർ പോലും പ്രതീക്ഷിക്കാത്ത ജനപ്രവാഹമാണ് ബഹ്റിൻ ഉൾപ്പെടെ ഉണ്ടായത്. അതായത് കേരളത്തിലാണോ ഈ പരിപാടി നടക്കുന്നതെന്നൊരു തോന്നൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അനുഭവമായിരുന്നു? പലപ്പോഴും ഞങ്ങളെ തന്നെ സംഘാടകരായിട്ടുള്ള ഞങ്ങളെ തന്നെ പല പ്രദേശങ്ങളിൽ നിന്നും ഇത് കേരളമാണോ എന്നുള്ള സംശയമാണ് സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പ്രസംഗം തന്നെ 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രസംഗം ഒരു രാഷ്ട്രീയവുമല്ല പ്രസംഗിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും കേരളത്തിലെ 9 വർഷമായിട്ട് ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് പ്രവാസ മേഖലയിൽ ഇത്രമാത്രം കരുതൽ, ജനാധിപത്യപരമായിട്ട് ഞങ്ങളൊന്നും നിയമസഭാംഗങ്ങളും അല്ലെങ്കിൽ മറ്റാളുകളും അല്ലെങ്കിൽ പ്രവാസികളുടെ ശബ്ദം നമുക്ക് തീർച്ചയായിട്ടും അവിടെ എത്തിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ലോക കേരള സഭ എന്നുള്ള ഒരു ആശയം പ്രാവർത്തികമാക്കി. അവിടെ എത്രമാത്രം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്ഥലത്താണ് ഈ പരിപാടി എന്ന് നിങ്ങൾ? ഏകദേശം 5000-ഓളം ആളുകൾ അതിന്റെ ഹാളിനകത്തും അതിന്റെ ഒരു 10,000-ത്തിനടുത്ത് ആളുകൾ അതിന്റെ പുറത്തും അതിന്റെ LED സ്ക്രീൻ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ അതൊക്കെ തന്നെ ക്രമീകരിച്ചിട്ടുള്ളത്. വലിയ രൂപത്തിലുള്ള, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അവിടുത്തെ ഭരണാധികാരികളുമായി നടത്തിയിട്ടുള്ള ചർച്ച, ഇന്ത്യൻ എംബസിയുടെ പൂർണ്ണമായിട്ടുള്ള സ്ക്രീനിൽ, ശരിയാണ്. ഇപ്പോൾ ശ്രീജിത്ത് പറഞ്ഞ പോലെ ഞങ്ങൾ ആ സ്ക്രീനിൽ നമ്മളിപ്പോൾ കാണുന്നു ആ ബഹ്റിനിലെ അന്നത്തെ ദൃശ്യങ്ങളാണ്. അന്നിങ്ങനെ വലിയ ഏറെ സമയമെടുത്താണ് അദ്ദേഹത്തെ ആ വേദിത തുറന്ന ജീപ്പിലും മറ്റും അവിടേക്ക് കൊണ്ടുവരാൻ നിങ്ങളേറെ സംഘാടകർ ശ്രമിക്കുന്നുണ്ടായി. കാരണം വലിയൊരു പങ്കാളിത്തം ഉണ്ടായിരുന്നു. ആവേശകരമായിട്ടുള്ള അനുഭവമായിരുന്നു. റൈറ്റ്. നമുക്കൊപ്പം ഇപ്പോൾ മസ്കറ്റിൽ നിന്ന് അജയൻ പൊയ്യാറ കൂടി ചേരുന്നുണ്ട്. ശ്രീ അജയൻ, ഗുഡ് ഈവനിങ്. മസ്കറ്റിലേക്ക് ഏതാണ്ട് 26 വർഷത്തിന് ശേഷമാണല്ലേ ഒരു കേരള മുഖ്യമന്ത്രി എത്തുന്നത്. സ്വാഭാവികമായി ഒരു അജയൻ 10 വർഷം ഭരിച്ചൊരു ഭരണാധികാരി വന്ന് നിൽക്കുമ്പോൾ നമുക്കറിയാം ജനങ്ങളിൽ നിന്ന് പല ചോദ്യങ്ങളും വരാം, പല വിമർശനങ്ങളും വരാം. നിങ്ങൾ പറഞ്ഞതൊക്കെ എവിടെ ചെയ്തു, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറയുന്ന ആശങ്കകൾ ഉണ്ടാകാം. പക്ഷേ നിങ്ങൾ അവിടെ കണ്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് ഒരനുഭവം എന്താണ് അദ്ദേഹം നിങ്ങളുമായി പങ്കുവെച്ചത്? 26 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു കേരള മുഖ്യമന്ത്രി അവിടേക്ക് വന്നത്. തീർച്ചയായിട്ടും 1999 ശ്രീ സഖാവ് നയനാരാണ് വന്നിരുന്നത്. അതിനുശേഷം 26 വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യമായിട്ട് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഒമാനിൽ എത്തിയിരുന്നത് 1999 ശ്രീ നയനാരും പിന്നീട് ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ. അപ്പോൾ 26 വർഷത്തിന് ശേഷമുള്ള വരവ്, അതിനെ ഈ മസ്കറ്റിലെ അല്ലെങ്കിൽ ഒമാനിലെ സമൂഹം വലിയൊരു
വലിയൊരു രീതിയിലാണ് അതിനെ വരവേറ്റത്. അല്ല, നിങ്ങളൊക്കെ വലിയ അതിഥിപ്രിയരാണ്, അതുകൊണ്ട് ആര് വന്നാലും അങ്ങ് സ്വീകരിക്കുന്നൊക്കെയാണ് നേരത്തെ എൻ്റെ സുഹൃത്ത് പറഞ്ഞത്, കേട്ട് കാണും. അതെ അതെ, തീർച്ചയായിട്ടും. അതായത് ഏകദേശം 20,000-ന് മേലെ ആളുകൾ ആ സദസ്സിലുണ്ടായിരുന്നു. കേരളത്തിൽ ഉണ്ടാകുന്ന രീതിയിലുള്ള വലിയൊരു ജനസമൂഹം അദ്ദേഹത്തെ കേൾക്കാനും അദ്ദേഹത്തെ കാണാനും അദ്ദേഹം പറയുന്നത് ശ്രവിക്കാനും വേണ്ടിയിട്ട് അവിടെ കൂടിയിരുന്നു. ഒമാന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന്, ഒമാൻ മസ്കറ്റിൽ നിന്ന് മാത്രമല്ല, ഏകദേശം 300-400 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോലും, ഇബ്രി, സോഹാർ, സൂർ എന്നുള്ള പ്രദേശങ്ങളിൽ നിന്ന് പോലും വലിയ രീതിയിൽ ആളുകൾ ഇവിടെ എത്തിയിരുന്നു. മാത്രമല്ല, കേരളത്തിന്റെ മലയാളികളല്ലാത്ത ഒരുപാട് മറ്റു ഭാഷാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തെ ശ്രവിക്കാനും വേണ്ടി എത്തിയിരുന്നു. ഇവിടുത്തെ നാട്ടുകാരായിട്ടുള്ള ആളുകളും അദ്ദേഹത്തിന്റെ വരവിന് വലിയ പ്രോത്സാഹനത്തിനൂടിയാണ് വരവേറ്റത്. അവരും അദ്ദേഹത്തെ ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയൊരു ഉത്സവ പ്രതീതി തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നിട്ടുള്ളത്. ഞങ്ങൾ ഈ കണ്ടക്ട് ചെയ്തിട്ടുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ എന്നത് കഴിഞ്ഞ 25 വർഷമായിട്ട് തുടരുന്ന ഒരു ഉത്സവമാണ്. അതിലിത് 16ാമത്തെ വർഷമാണ്. ചില വർഷങ്ങളിൽ നടക്കാതെ പോയിട്ടുണ്ട്. ഈ 16 വർഷങ്ങളിൽ നടന്ന ഈ ഉത്സവ എന്താ പറയുക, ആ വലിയൊരു ഉത്സവ പ്രതീതിയിലുള്ള ആ ഒരു കാര്യത്തിന്റെ ഏറ്റവും വലിയ ഒരു സംഘാടനം കൊണ്ടും ജനപ്രാതിനിധ്യം കൊണ്ടും വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ പ്രവാസികളെ സംബന്ധിച്ച്, ഇപ്പോൾ നിങ്ങളൊക്കെ ഈ ലോകത്തിൻ്റെ മാറ്റത്തെ കുറെ കൂടി നന്നായി മനസ്സിലാക്കുന്ന ആളുകൾ, അവരുടെ മുമ്പിൽ വന്നിട്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളം എന്താ അങ്ങനെ മാറി ഇങ്ങനെ മാറി ഭയങ്കര മാറ്റമാണ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ അത് അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് എത്രമാത്രം അത് സ്വീകാര്യമായി തോന്നി? കേരളത്തിൻ്റെ ഒരു മാറ്റത്തെ സംബന്ധിച്ച് പ്രവാസികൾക്കിടയിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഒരു ഒരു ഫീൽ രൂപപ്പെട്ടിട്ടുണ്ടോ? മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം അതിനെ കുറെ കൂടി ചടുലമാക്കിയിട്ടുണ്ട്. എന്തായിരുന്നു പൊതുവിൽ ഇപ്പോൾ പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും മുഖ്യമന്ത്രി പറഞ്ഞാണോ പോയത്, അത് പറയാതെ പോവുകയായിരുന്നു? തീർച്ചയായിട്ടും അദ്ദേഹം ഏകദേശം 1.5 മണിക്കൂർ കൂടുതൽ ജനങ്ങളോട് സംവദിക്കുകയുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് വളരെ വിശദമായിട്ടുള്ള കേരളത്തിന്റെ വളർച്ച, കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയ്ക്കുണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചും വളർച്ചകളെക്കുറിച്ചും കൃത്യമായിട്ട് അടയാളപ്പെടുത്തിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും പ്രസംഗങ്ങളും തന്നെയല്ല അവിടെ ഇരുന്നിരുന്ന മറ്റു ഭാഷക്കാരെ, അതായത് ഇവിടുത്തെ ഒമാനികളായിട്ടുള്ള ചില വ്യത്യസ്ത എന്താ പറയുക സ്പോൺസർമാരുടെ, ബാങ്കുകളുടെ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു. അവർക്ക് പിറ്റേ ദിവസം ഞങ്ങളുടെ ചില പ്രതിനിധികളെ വിളിച്ചുകൊണ്ട് അദ്ദേഹം ഇത്ര വലിയൊരു ചേഞ്ച് കേരളത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള കാര്യം ഞങ്ങളത് വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയായിരുന്നു. അവർക്ക് പോലും ഒരു അത്ഭുതം ഉളവാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം കാര്യമായിട്ട് വിശദീകരിച്ചത്. അവിടെ കൂടിയിരുന്ന എല്ലാ മലയാളികൾക്കും എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് കേരളത്തിന്റെ വളർച്ചയുടെ തോത് എങ്ങനെയാണ് അത് മാറ്റപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹം നിർത്തിയിരുന്നത്. പ്രധാനമായിട്ട് പറയേണ്ടത്, പ്രവാസികളെ ഒരു അന്യവൽക്കരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഉൾച്ചേർത്തുകൊണ്ട് കേരളത്തിന്റെ പ്രധാന എന്താ പറയുക വളർച്ചയിലെയും പ്രോഗ്രസിന്റെയും ഭാഗമാകുന്നവരാണ് കേരളത്തിന്റെ പ്രവാസികൾ എന്നത് ഉൾച്ചേർത്തുകൊണ്ടാണ് ഇന്ന് കേരളം പ്രവാസികളെ കാണുന്നത് എന്ന് കൃത്യമായി അടയാളപ്പെടുത്താനും അതിനെ കൃത്യമായി വിശദീകരിക്കാനും മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു എന്നുള്ളത് അത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു ഫീലാണ് പ്രവാസികളെ സംബന്ധിച്ച്. ഞങ്ങൾ അന്യരല്ല എന്ന് തോന്നുകയും അതിലേക്ക് ഒരു സംസ്ഥാനം തന്നെ, അതിൻ്റെ ഭരണാധികാരി തന്നെ എത്തുന്നു എന്ന് പറയുന്നതിന് ഒരുപാട് സവിശേഷതകളുണ്ട്. നന്ദി ശ്രീ അജയൻ. ഇവിടെ ശ്രീ പവിത്രൻ കൂടി ചേർന്നു. സലാല, നിങ്ങളെ സംബന്ധിച്ച്, മലയാളി പ്രവാസികളെ സംബന്ധിച്ച് വളരെ ആവേശകരമായ ഒരു അനുഭവമായിരുന്നു. കാരണം അവിടേക്ക് ആദ്യമായിട്ടാണ് ഒരു കേരള മുഖ്യമന്ത്രി എത്തുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലൊന്നും നടക്കില്ല, കേരളം അങ്ങനെയാണ് എന്ന് പലപ്പോഴും പ്രവാസികൾ ആ രാജ്യങ്ങൾ, നിങ്ങളൊക്കെ ജീവിക്കുന്ന രാജ്യത്തിൻ്റെ വലിയ സൗകര്യങ്ങളും വികസനവും ഒക്കെ കാണുമ്പോൾ എത്രയോ കാലം പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ ഇപ്പോൾ ആ മനോഭാവം മാറുന്നുണ്ടോ? നവകേരളമാണ്, കേരളത്തിന് വലിയ മാറ്റമുണ്ട് എന്ന് ഞങ്ങളൊക്കെ അനുഭവത്തിൽ നിന്ന് പറയുകയും അല്ലെങ്കിൽ മുഖ്യമന്ത്രി അവിടെ നിന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഒരു അനുഭവം എന്താണ്? പ്രവാസികൾക്ക് വേണ്ടി സർക്കാർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? ആ ചെയ്യുന്നു എന്ന ആത്മവിശ്വാസത്തിൽ നിന്നാണോ മുഖ്യമന്ത്രി നിങ്ങളോട് സംസാരിച്ചത് സലാലയിൽ? ശ്രീ പവിത്രൻ. തീർച്ചയായും ശരത്തെ, സലാലയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആവേശത്തോടു കൂടിയാണ് മുഖ്യമന്ത്രിയെ സ്വീകരിച്ചത്. പ്രത്യേകിച്ച് സലാലയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് നിന്നുള്ള ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി സലാല സന്ദർശിക്കുന്നത്. സലാല എന്ന് പറയുമ്പോൾ ശരത്ത് കേട്ടിട്ടുണ്ടാവാം, ഒരുപക്ഷെ കേരളത്തിന്റെ ഒരു മിനിയേച്ചർ രൂപമാണ് സലാല. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തു നിന്നുള്ള പരമാവധി മലയാളികൾ മുഖ്യമന്ത്രിയെ കാണാനും കേൾക്കാനും വേണ്ടി ഞങ്ങൾ സംഘടിപ്പിച്ച ഒരു ഓപ്പൺ ഗ്രൗണ്ടിലേക്ക് ഒഴുകി വരികയായിരുന്നു. എന്തുമാത്രം ആളുകളുണ്ടായിരുന്നു? നേരത്തെ ബഹ്റിൽ നിന്നുള്ള തീർച്ചയായും പിന്നെ അദ്ദേഹത്തെ കാണാനും കേൾക്കാനും വേണ്ടി
നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി, സലാലയുടെ പല ഭാഗങ്ങളിൽ നിന്നായി ഒഴുകി വരികയായിരുന്നു. പ്രത്യേകിച്ച് ഈ മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിനെതിരായി നിരവധി സംഘടനകൾ, ഇവിടെയുള്ള പല സംഘടനകളും പത്രസമ്മേളനം നടത്തി, വാർത്താ സമ്മേളനം നടത്തി വരെ എതിർപ്പ് പ്രകടിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്കിലും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് സലാലയിലെ മലയാളി സമൂഹം മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി ഇവിടെ ഒഴുകിയെത്തിയത്. ഏതാണ്ട് 1 മണിക്കൂർ നേരം മുഖ്യമന്ത്രി കേരളത്തിന്റെ വികസനത്തിനെ സംബന്ധിച്ച് തന്നെയാണ് നമ്മളോടൊക്കെ സംസാരിച്ചത്. ജനങ്ങൾ ആവേശത്തോടു കൂടി മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനുണ്ടായിരിക്കുന്ന ഒരു കാരണത്തിനകത്ത് ഇടതുപക്ഷ സർക്കാരിനെ പ്രവാസികൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ക്ഷേമനിധിയൊക്കെ മുമ്പൊന്നും ഇല്ലാത്ത വിധത്തിൽ നിരവധി ആൾക്കാർ ക്ഷേമനിധിയിൽ അംഗമാകാൻ വേണ്ടി ആവേശത്തോടു കൂടി കടന്നു വരുന്നത് ഈ ഇടതുപക്ഷ സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായിട്ടാണ്. പ്രവാസികളെ സംരക്ഷിക്കാൻ നോർക്ക ID കാർഡ്, നോർക്ക കെയർ, ഈ ക്ഷേമനിധി, ഇതൊക്കെ ഈ സമീപകാലത്തെ മുൻപില്ലാത്ത വിധം വന്നൊരു മാറ്റമാണോ? അത് പ്രവാസികൾക്കിടയിൽ വലിയ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ടോ, താല്പര്യം ഉണ്ടാക്കിയിട്ടുണ്ടോ? തീർച്ചയായും മുമ്പൊന്നും ഇല്ലാത്ത വിധത്തിൽ പ്രവാസി ID കാർഡും അതുപോലെ തന്നെ ഈ ക്ഷേമനിധിയിലും അംഗമാവുന്നതിന് വേണ്ടി നൂറുകണക്കിന് ആൾക്കാർ, ഞങ്ങളിവിടെ പ്രത്യേക സംവിധാനം തന്നെ ഒരുക്കിയിട്ടുണ്ട്. കൈരളിയുടെ ഓഫീസിനകത്ത് ആഴ്ചയിൽ നിശ്ചിത ദിവസങ്ങളിൽ ഈ ക്ഷേമനിധിയിൽ അംഗമാവുന്നതിനും അതുപോലെ തിരിച്ചറിയൽ കാർഡ് എടുക്കുന്നതിനു വേണ്ടിയും, അതുപോലെ ഈ അടുത്ത കാലത്തായി തുടങ്ങിയിരിക്കുന്ന പ്രവാസി കെയർ ഇൻഷുറൻസ് സ്കീമിലേക്ക് ആൾക്കാർ ചേരുന്നതിനും ആവേശത്തോടു കൂടി ആൾക്കാർ കടന്നു വരികയാണ്. അതിന്റെ കാരണം ഈ ഇടതുപക്ഷ സർക്കാരിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ്. ഈ പ്രവാസികളെ സംരക്ഷിക്കാൻ ഇടതുപക്ഷ സർക്കാർ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു കടന്നുവരവ്. ശരി ഷാക്കിർ, ഇതിനകത്ത് വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ, ഇപ്പോൾ ഈ മൂന്ന് വളരെ പ്രധാനപ്പെട്ട മേഖലകളിൽ നിന്നാണ് അവർ സംസാരിച്ചത്. സലാലയിൽ നിന്നും, ബഹ്റിനിൽ നിന്നും, അതുപോലെ തന്നെ മസ്കറ്റിൽ നിന്നുമാണ് സംസാരിച്ചത്. പ്രവാസികൾക്കിടയിൽ വന്നിട്ടുള്ളൊരു വലിയ മാറ്റം എന്ന് വെച്ചാൽ ഞങ്ങൾ അന്യരല്ല, ഞങ്ങളുടെ ജന്മനാടിന് വളരെ വേണ്ടപ്പെട്ടവരാണ് എന്ന് പറയുന്ന ഒരു തോന്നൽ മുൻകാലത്തേക്കാൾ അധികം സംഭവിച്ചിട്ടുണ്ട്, രൂപപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വസിക്കുന്നു. ഇതൊക്കെ ഇങ്ങനൊരു കാഴ്ചപ്പാട്, ഇങ്ങനൊരു ചിന്താഗതി വരുന്നത് കൊണ്ടല്ലേ മുഖ്യമന്ത്രിയുടെ പരിപാടിയിലേക്ക്, അല്ലാതെ താങ്കൾ ഈ പറഞ്ഞ പോലെ അതിഥി സൽക്കാരപ്രിയരാണ് എന്നൊക്കെ കണ്ടിട്ടാണോ ഈ ആളുകൾ വരുന്നത്? മാത്രവുമല്ല ഈ പറഞ്ഞതുപോലെയുള്ള ഓരോരോ കാര്യങ്ങളിലും അവരവരുടെ അനുഭവങ്ങളിൽ നിന്ന് പറയുന്ന മാറ്റമല്ലേ? നേരത്തെ ശ്രീ അബ്ദുൽ ഖാദർ പറഞ്ഞ പോലെ ഒരു താരതമ്യം തന്നെയാകാം. ഉദാഹരണത്തിന് പെൻഷൻ്റെ കാര്യം തന്നെ എടുക്കാം. നിങ്ങളുടെ കാലത്ത് 500 രൂപയായിരുന്നു, അത് 2000 ആക്കിയതാരാണ്? അത് 3500 എത്തിച്ചതാരാണ്? പിന്നെ കോവിഡ് കാലത്തെക്കുറിച്ച് താങ്കൾ പറഞ്ഞതിലെ പിശകുകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. താരതമ്യം ചെയ്യൂ. താരതമ്യം ചെയ്ത് തന്നെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ UDFും LDFും തമ്മിൽ ഇക്കാര്യത്തിലുള്ള അന്തരം മനസ്സിലാകും എന്നാണ് അബ്ദുൽ ഖാദറും പറഞ്ഞത്. മറുപടി. അതായത് നിങ്ങൾ ഇപ്പോൾ ശരത്തും ശ്രീ അബ്ദുൽ ഖാദറും നേരത്തെ സംസാരിച്ച CPMൻ്റെ പ്രവാസ ലോകത്തെ പ്രതിനിധികളും, നിങ്ങൾ 5 അല്ല 50 ആളുകൾ ഇരുന്ന് പറഞ്ഞാലും കളവ് ആവർത്തിക്കുകയല്ല, തെറ്റിദ്ധരിപ്പിക്കുക എന്നല്ലാതെ ഞാൻ വസ്തുതാപരമായി പറയാം. വസ്തുതകളിൽ പിശകുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തിയാൽ ഞാൻ അംഗീകരിക്കാം. ഇപ്പോൾ ശരത്ത് തന്നെ പറഞ്ഞു 150 കോടി രൂപ ഈ വർഷം വകയിരുത്തിയെന്ന്. നിങ്ങൾ അറിയുക, നമ്മുടെ കേരളത്തിൻ്റെ ബഡ്ജറ്റ് 2 ലക്ഷം കോടി രൂപയാണ് ഒരു വർഷം നമ്മളുടെ ബഡ്ജറ്റ് വീതം ഏകദേശം വരുന്നത്. അതിൽ 150 കോടി രൂപ മാത്രമാണ് പ്രവാസികൾക്ക് വേണ്ടി നീക്കി വെച്ചത്. എത്ര ശതമാനമുണ്ട്? 1000-1 നിങ്ങൾ നോക്ക്. മാത്രമല്ല, നമ്മൾ 30 ലക്ഷം മലയാളികൾ ഗൾഫ് രാജ്യങ്ങളിൽ മാത്രം പ്രവാസികളായിട്ടുണ്ട്. അതായത് കേരളത്തിൻ്റെ ജനസംഖ്യയുടെ 10-1 വരും. എന്നിട്ട് അവരാണ് കേരളത്തിൻ്റെ ഈ 2 ലക്ഷം കോടി രൂപയുടെ പ്രതിവർഷ ഈ ബഡ്ജറ്റിനേക്കാൾ കൂടുതൽ ഫണ്ട് കേരളത്തിലേക്ക് അയക്കുന്നത്. 150 കോടി രൂപ വകയിരുത്തിയത്. നിങ്ങൾ ലോക കേരള സഭയെക്കുറിച്ച് പറഞ്ഞു നോക്കൂ. നിങ്ങൾ 4000 രൂപയുടെ ഉച്ചയൂട് വാങ്ങിക്കൊടുത്ത കണക്കല്ലാണ്ടേ ഈ ഇത്രയും കാലം കൊണ്ട് ആ സഭ കൊണ്ട് പ്രവാസികൾക്ക് വല്ല പ്രയോജനം ഉണ്ടായോ? ചില CPMൻ്റെ പ്രവാസ ലോകത്തെ നേതാക്കന്മാർക്കും മറ്റും കേരളം സർക്കാർ ചെലവിൽ വന്നു കാണാമെന്നല്ലാതെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? നിങ്ങൾ നോക്ക്, പ്രവാസി സൗഹൃദമാണെങ്കിൽ പ്രവാസി വ്യവസായികളോട് നിങ്ങൾ ഇങ്ങോട്ട് വന്ന് കേരളത്തിൽ പ്രവാസി സൗഹൃദമാണെന്നൊക്കെ മുഖ്യമന്ത്രി പ്രസംഗിച്ച് പോന്ന് അടുത്ത ദിവസം തന്നെ നമ്മളെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ നേതൃത്വം നൽകിയ നഗരസഭയിൽ ഒരു വ്യവസായി നിരന്തരമായി നടന്നിട്ട് ആ ഓഡിറ്റോറിയത്തിന് പെർമിഷൻ കിട്ടാതെ കയറെടുത്ത് ആത്മഹത്യ ചെയ്തത് നമ്മൾ കേരളത്തിലാണ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കളവ് പറഞ്ഞ് പ്രവാസികൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞത് താങ്കളോട് തന്നെ താങ്കളുടെ അവസരം കളഞ്ഞതല്ല. 2016 മുതൽ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഈ ഒരൊറ്റ കേസിൽ നിന്നിട്ടാണ് നിങ്ങളുടെ ഒരു ക്യാപ്സൂൾ വർക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നോക്കൂ, കേരളം വ്യവസായ സൗഹൃദത്തിന്റെ രാജ്യത്തെ ഒന്നാമത്തെ സംവിധാനമായി മാറി. പ്രവാസികൾക്കടക്കം വളരെ പ്രധാനപ്പെട്ട ഈ പറഞ്ഞ അവർക്ക് തൊഴിൽ സംരംഭങ്ങൾ
സുഖപ്പെടുത്തുന്നതിനൊക്കെയുള്ള സംവിധാനങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കേസ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കേസ് മാത്രം ആവർത്തിച്ച് പറഞ്ഞാൽ കേരളം അതായി തീരുമോ? അല്ല എന്നുള്ളതല്ലേ നമ്മുടെ അനുഭവം. പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ ഈ ചർച്ചയിൽ ഒരു ചർച്ചയിൽ ഒരു ജനാധിപത്യ മര്യാദ കാണിക്കുകയാണെങ്കിൽ എനിക്ക് സമയം തരും. ഒരു കേസല്ല. ഇപ്പൊ 2025 നവംബർ 1-ാം തീയതി, അതായത് കഴിഞ്ഞ 2 ദിവസം മുമ്പ് കേരള ഗവൺമെന്റിന്റെ ഈ പ്രവാസി വകുപ്പ് ഇറക്കിയ ഒരു ഉത്തരവിൽ പറയുന്നുണ്ട്, 1-ാം തീയതിക്ക് മുമ്പായി പിഴ പലിശയും കുടിശ്ശികയും തീർത്തിട്ടില്ലെങ്കിൽ ഇന്ന മേഖലയിലെ പ്രവാസികൾക്ക് പെൻഷൻ തന്നെ കൊടുക്കൂല. നിങ്ങൾ പഴയത് മാത്രമല്ല, നിരന്തരമായി പ്രവാസികൾ അവഹേളിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ ഒന്നുകൂടെ പറയാമോ? മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായില്ല. ഒന്നുകൂടെ പറയാമോ? അത് മനസ്സിലായില്ല. അതായത് ഇപ്പൊ 2025 നവംബർ 1-ന്, അതായത് ഇപ്പൊ 2025 നവംബർ 6-ാം തീയതി അല്ലെന്ന്, ഈ നവംബർ 1-ന് പോലും പ്രവാസി വിരുദ്ധ ഓർഡർ കേരള സർക്കാർ ഇറക്കിയിട്ടുണ്ട് നിരന്തരമായി. ഞാൻ ഒന്നല്ല, നിങ്ങൾ നേരത്തെ ഈ അല്ല സാജന്റെ ഒരു ആത്മഹത്യ മാത്രമല്ല, ആ ഓർഡർ എന്താ പറയുന്നത്? ആളുകളെ ഇപ്പൊ കോവിഡ് എന്താ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. ആ ഓർഡർ എന്താ പറയുന്നത്? അതായത് ഇപ്പൊ മറ്റ് ക്ഷേമ പദ്ധതികളിലൊക്കെ പലപ്പോഴും പിഴ പലിശയും ഒഴിവാക്കി കൊടുക്കാറുണ്ട്. എന്നാൽ 350 രൂപ വാങ്ങുന്ന ഏറ്റവും വലിയ അംശാദയം വാങ്ങുന്നത് പ്രവാസികളിൽ നിന്നാണ്. എന്നിട്ട് ആ ആളുകൾക്ക് പിഴ പലിശയോ മറ്റോ ഒഴിവാക്കി കൊടുക്കാതെ, ഇത്രയും ഒഴിവാക്കി കൊടുക്കാതെ അവർക്ക് ആനുകൂല്യം നിഷേധിക്കുന്ന തരത്തിൽ ഇപ്പോൾ തന്നെ 8-9 മാസം പെൻഷൻ കിട്ടാത്ത പ്രവാസികളുണ്ട്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക. ഈ ചർച്ച ശരി, പക്ഷേ നിങ്ങൾ ഈ പൈസ കൂട്ടിയതിനെ കുറിച്ച് മിണ്ടാത്തത് എന്താണ് ഷാക്കിർ? നിങ്ങൾ UDF എത്രയാണ്? വെറും 500 രൂപ. ഇപ്പോൾ 3500 അല്ലേ? നിങ്ങൾ എന്താ അതേക്കുറിച്ച് മിണ്ടാത്തത്? ഞാൻ എന്നെ പറയാൻ സമ്മതിക്കുന്നില്ല. അത് പറയണ്ടേ? നിങ്ങളുടെ കാലത്ത് കേവലം 500 രൂപയായിരുന്നില്ലേ ഷാക്കിർ? അതാണ് അബ്ദുൽ ഖാദർ ചോദിച്ചത്. വെറും 500 രൂപ. അത് 3500-ലെത്തിയത് ഏത് കാലത്ത്? അല്ല, കെ വി അബ്ദുൽ ഖാദർ പറഞ്ഞ മറ്റു കാര്യങ്ങൾ കൂടിയുണ്ട്. പറഞ്ഞോളൂ. പക്ഷേ ഇത് പ്രധാനമല്ലേ? തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇപ്പൊ താങ്കൾ മിണ്ടാത്ത അഡ്രസ് ചെയ്യാത്ത എന്താണ്? എന്റെ ചോദ്യം എത്രയുള്ളൂ. ഒരു മറുപടി അദ്ദേഹത്തിന് കൊടുത്തോളൂ. ഒരു മറുപടി കൊടുക്കൂ. ഞാൻ മറുപടി തരാം. പക്ഷേ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം ഞാൻ നൽകാം. പക്ഷെ എനിക്ക് പറയാൻ സമയം തരൂ. കോവിഡ് കാലത്ത് ആഫ്രിക്കൻ രാജ്യങ്ങൾ പോലും ഗൾഫിലുള്ള ആളുകളെ വിമാനമെടുത്ത് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി. നമ്മളെ ആളുകൾക്ക് വിമാനം അയച്ചു കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇങ്ങോട്ട് കേരളത്തിലെത്തിയ ആളുകളെ തെരഞ്ഞു പിടിച്ച് ഓടിച്ചിട്ട് പിടിക്കുകയായിരുന്നു ഇവിടുത്തെ പോലീസും ആരോഗ്യ പ്രവർത്തകരും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അപമാനിക്കല്ലായിരുന്നോ ആളുകൾ? അതിനേക്കാൾ ഭേദം ഗൾഫിൽ കടന്ന് മരിക്കുകയാണെന്ന് മലയാളികൾ ചിന്തിച്ച കാലമുണ്ടായിരുന്നു. മാത്രവുമല്ല, നിങ്ങൾ പല ജാതി വാഗ്ദാനങ്ങൾ കൊടുത്തു. ആ വാഗ്ദാനങ്ങൾ പൊള്ളയായി എന്ന് മാത്രമല്ല ഒന്നുപോലും നടപ്പിലാക്കിയിട്ടില്ല. ഇപ്പൊ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വന്നപ്പോൾ 5000 ആളുകൾ കൂടി KMCC പരിപാടി നടത്തും. ഏതെങ്കിലും ഓഡിറ്റോറിയം പോലെ അല്ല എന്നാണ് കെ വി അബ്ദുൽ ഖാദർ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് നിങ്ങളോട് അങ്ങനെയല്ല കേട്ടോ. KMCC അടക്കം വാർത്താ സമ്മേളനം വിളിച്ച് മുഖ്യമന്ത്രിയുടെ പരിപാടികൾ ബഹിഷ്കരിക്കണം, പങ്കെടുക്കരുത് എന്ന നിലപാട് സ്വീകരിച്ചിട്ടും എന്നിട്ടും ആ പരിപാടികളിലേക്ക് പ്രവാസികളെത്തി, വലിയ തോതിലെത്തി എന്നാണ് പറഞ്ഞ് ഈ ചർച്ച ഞാൻ കേട്ടത്. അതാണ് ഷാക്കിർ കേട്ടല്ലോ. ഇവിടെ പങ്കെടുത്ത CPM ഇപ്പൊ ഇവിടെ പങ്കെടുത്ത ഒരു സുഹൃത്ത് പറഞ്ഞു 5000 ആളുകൾ പങ്കെടുക്കുന്ന ഓഡിറ്റ് ആയിക്കോട്ടെ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കൈരളിക്ക് ഗൾഫ് രാജ്യങ്ങൾ റിപ്പോർട്ടർമാരുണ്ട്. ഞാനും 10 വർഷം മാധ്യമ പ്രവർത്തകനായി ജിദ്ദയിൽ പ്രവർത്തിച്ചതാണ്. എനിക്കും ചില ഇഷ്ടം പോലെ സുഹൃത്തുക്കൾ കൈരളി റിപ്പോർട്ടർമാരായിട്ടുണ്ട്. അവിടെങ്ങളിൽ നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾ റിപ്പോർട്ടർമാരോട് KMCC പരിപാടികളിലേക്ക് ഒന്ന് പോകാൻ പറയാം. ഞങ്ങളെ യൂത്ത് ലീഗിലെ നേതാക്കന്മാർ വന്നാൽ പോലും ഗൾഫ് രാജ്യങ്ങളിൽ പരിപാടികളിൽ ആയിരക്കണക്കിന് ആളുകൾ. പക്ഷെ അതാ മൊത്തം പ്രവാസി സമൂഹത്തിന് എന്ത് ഗുണം? അതുകൊണ്ട് ഒരു നാടിന്റെ ഭരണാധികാരി വന്ന് ചെയ്ത കാര്യങ്ങളും കേരളം എങ്ങനെ നിങ്ങളെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുന്നത് ഒരു നാടിലെ പ്രവാസികൾക്ക് ഗുണമാണ്. ഇത് നിങ്ങളുടെ നേതാക്കന്മാർ, നിങ്ങളുടെ പാർട്ടിക്കാർക്ക് കൊള്ളാം. ഇത് എല്ലാ പ്രവാസികൾക്കും വേണ്ടിയാ. അത് ലീഗുകാരായ പ്രവാസികൾക്കും കോൺഗ്രസ്സുകാരായ പ്രവാസികൾക്കും CPM-കാരായ പ്രവാസികൾക്കും ഇതൊന്നുമല്ലാത്ത രാഷ്ട്രീയത്തിൽ സജീവമല്ലാത്ത പ്രവാസികൾക്കും വേണ്ടിയാണ് ഒരു ഭരണാധികാരിയുടെ സഞ്ചാരം. എന്താ ഷാക്കിർ, സംശയമുണ്ടോ? അല്ല, ഈ ഭരണാധികാരിയായ നമ്മുടെ വലിയ അധികാരമുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണോ, അല്ലെങ്കിൽ ഒരു അധികാരവും ഇല്ലാത്ത KMCC ആണ് നിങ്ങൾ നോക്കുക. എനിക്ക് പറയാൻ സമയത്ത് പ്ലീസ്. ഞാൻ സംഘടനകളെ മോശമായി പറഞ്ഞല്ലോ കേട്ടോ. സംഘടനകൾക്കൊക്കെ വലിയ റോളുണ്ട് പ്രവാസി സമൂഹത്തിൽ. അല്ല, കേൾക്കുന്നില്ല. ഞാൻ പറയാം, ഈ കേരള ഗവൺമെന്റ് ആണോ KMCC എന്ന പ്രവാസ ലോകത്തെ മുസ്ലിം ലീഗിന്റെ സംഘടനയാണോ പ്രവാസികൾക്ക് വേണ്ടി നിങ്ങൾ പരിശോധിച്ചാൽ 1000 ഇരട്ടി ഈ സർക്കാരിനേക്കാൾ കൂടുതൽ ക്ഷേമപദ്ധതി നടപ്പിലാക്കി. അബ്ദുൽ ഖാദർ, ഷാക്കിർ സംസാരിച്ച് അവിടം വരെ എത്തി. സർക്കാരിനേക്കാൾ വലിയ തോതിൽ പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി KMCC ആണ്, വേറൊന്നും വേണ്ട, അത് മാത്രം മതി. കളവ് പറയുന്നു എന്ന നിലയിൽ പറഞ്ഞു പോവുകയാണ്. വീൺവാക്കുകൾ അവരുടെ പാർട്ടി യോഗത്തിൽ പറയാം, അതല്ലാതെ പ്രവാസികൾക്കിടയിലോ നാട്ടുകാർക്കിടയിലോ പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. KMCC ആണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന വാദം തന്നെ അടിസ്ഥാനരഹിതമാണ്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ധാരാളം സംഘടനയുണ്ട്. അദ്ദേഹം ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ദുബായിലെ ഓർമ്മയാവട്ടെ, ദമാമിലെ നവോദയ ആവട്ടെ, കേളി ആവട്ടെ, മാസ് ഷാർജ ആവട്ടെ,
അല്ലെങ്കിൽ പിന്നെ കുവൈറ്റിലെ കലയാവട്ടെ, മസ്കറ്റിലെ കൈരളി ആവട്ടെ, ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ഷേമ പ്രവർത്തനങ്ങളാണ്. KMCC ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്ന അർത്ഥമില്ല. KMCC ചെയ്യുന്നുണ്ടാവാം. ഗൾഫിലെ സാംസ്കാരിക സംഘടനകൾ, ജീവകാരുണ്യ സംഘടനകളെല്ലാം ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നുണ്ട്. നമ്മുടെ ഗവൺമെൻറ് എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത്? ഇപ്പം ഞാൻ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യവും അദ്ദേഹത്തിന് നിഷേധിക്കാൻ പറ്റിയില്ല. മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു എന്നുള്ളതല്ലാതെ UDF LDF ഗവൺമെൻറ്റിനെ ഞാൻ താരതമ്യപ്പെടുത്തിയതിനെ അദ്ദേഹത്തിന് നിഷേധിക്കാൻ പറ്റിയില്ല. ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. കേരളത്തിലെ മുഖ്യമന്ത്രി എത്രമാത്രം ശ്രദ്ധയോടെയാണ് പ്രവാസി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിന് ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. ഇവിടെ ഷാർജയിലെ സുൽത്താൻ കേരളം സന്ദർശിക്കാൻ വന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറഞ്ഞു, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അദ്ദേഹം ഷാർജ സുൽത്താനോട് അഭ്യർത്ഥിച്ചൊരു കാര്യം, എൻ്റെ നാട്ടുകാരായിട്ടുള്ള കുറച്ച് ആളുകൾ വളരെ ചെറിയ കുറ്റങ്ങൾക്ക് അവിടെ ജയിലിൽ കഴിയുന്നുണ്ട്, അവരെ വിട്ടയക്കണം. ഞാൻ തികഞ്ഞ അഭിമാനത്തോടെ പറയുന്നു, 2 ദിവസം കഴിഞ്ഞിട്ടുള്ള കലീഡ് ടൈംസ് വളരെ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തൊരു കാര്യം, മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥനയെ തുടർന്ന് 165 പേരെ, അതിൽ മലയാളികളല്ലാത്ത ഏതാനും തമിഴന്മാരും കർണാടകരൊക്കെ ഉണ്ട്, അവരെ വിട്ടയക്കാൻ ഗവൺമെൻറ് ഉത്തരവിട്ടു. അവർക്ക് നാട്ടിൽ വരാൻ കഴിഞ്ഞു. ഒരാളും സഹായിക്കാനില്ലാതിരുന്ന ആളുകളെ നാട്ടിലേക്ക് എത്തിച്ചു. അതാണ് കേരളത്തിലെ ഗവൺമെൻറ്റിനോടുള്ള ഗൾഫ് ഭരണാധികാരികളുടെ സമീപനം. മറ്റൊരു സംഭവം ഞാൻ പറയാം. ബഹുമാനപ്പെട്ട ദുബായ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് 2016 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ദുബായ് സന്ദർശിച്ചപ്പോൾ അദ്ദേഹം നൽകിയ സ്വീകരണം ഹൃദയത്തിൽ തട്ടുന്നതായിരുന്നു. മുഖ്യമന്ത്രിയുടെ കരങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞത്, ഞങ്ങൾ തമ്മിലുള്ള ബന്ധം 2 രാജ്യങ്ങളിലെ ഭരണാധികാരികൾ, ഒരു രാജ്യത്തെ ഭരണാധികാരി ഒരു സംസ്ഥാനത്തെ ഭരണത്തലവനോടുള്ള ഔപചാരികമായിട്ടുള്ള ബന്ധം അല്ല, അത് ഹൃദയബന്ധമാണ്. മലയാളികളോട് മലയാളികൾ ചെയ്യുന്ന സേവനങ്ങളോടുള്ളൊരു ഹൃദയ ഐക്യം കേരളത്തിലെ ഗവൺമെൻറ്റിന് പ്രവാസ ലോകത്തുണ്ടായ വലിയൊരു സ്വീകാര്യതയുടെ തെളിവാണ്. ഞാൻ പൂർത്തീകരിക്കട്ടെ. ഇവിടെ അദ്ദേഹം പറഞ്ഞു, പിന്നെ കോവിഡ് കാലത്ത് ആളുകളെ ഓടിച്ചു. എന്ത് ശുദ്ധ അസംബന്ധമാണ്. ഇവിടെ ആദ്യഘട്ടത്തിൽ ക്വാറന്റൈൻ സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചപ്പോൾ കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും ഗൾഫിൽ നിന്ന് വരുന്നവർക്ക് നല്ല ക്വാറന്റൈൻ സൗകര്യം ഏർപ്പെടുത്തി എന്നത് അനിഷേധ്യമായിട്ടുള്ള കാര്യമാണ്. ഗൾഫിൽ നിന്ന് ഇന്ത്യയിലെ ലോകത്തെ എല്ലായിടങ്ങളിൽ നിന്നും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഞങ്ങളുടെ നാട്ടിലൊന്ന് എത്തിപ്പെട്ടാൽ മതി എന്നാഗ്രഹിച്ച് ഇവിടേക്ക് എത്തിയ ജനലക്ഷങ്ങളെ നിങ്ങൾ മറന്നാലും ആരും മറക്കാൻ പോകുന്നില്ല. അത് കേരളം കാണിച്ച പ്രത്യേകമായ കെയറിൻ്റെ അടിസ്ഥാനത്തിലാണ്. വാഷിങ്ടണിലും ലണ്ടനിലും ജർമ്മനിയിലും ദില്ലിയിലുമൊക്കെ നിരവധി ആളുകൾ തെരുവിൽ കോവിഡ് ബാധിച്ച് മരിച്ചു വീണപ്പോൾ ഈ കേരളം എങ്ങനെയാണ് വ്യത്യസ്തമായത്? ആ കാര്യത്തിൽ കേരളത്തിലെ പിണറായി ഗവൺമെൻറ്റിൻ്റെ ഉജ്ജ്വലമായ നേതൃത്വം ഒരു തരത്തിലും നിരാകരിക്കാൻ കഴിയുന്നതല്ല. പ്രവാസികൾ ഉൾപ്പെടെയുള്ള ആളുകളെ ചേർത്ത് പിടിച്ച ഗവൺമെൻറ് ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഒരുപാട് ക്ഷേമ പദ്ധതികൾ അത് പ്രാവർത്തികമാക്കിയതിൻ്റെ പ്രതിഫലനമാണ്. ഇപ്പോൾ ഗൾഫ് സംഘടനകൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ഖത്തറിലും പിന്നെ അതുപോലെ ഒമാനിലും ബഹ്റൈനിലും ഇന്ന് കുവൈറ്റിലും ഒക്കെ ഉള്ള സ്വീകരണങ്ങൾ വലിയ തോതിലുള്ള പങ്കാളിത്താണ്. എൻ്റെ ബഹുമാനപ്പെട്ട ലീഗ് സുഹൃത്ത് പറഞ്ഞത്, ഞങ്ങളുടെ യൂത്ത് ലീഗ് നേതാക്കൾ വരുമ്പോൾ ഇത്രയും ആളുകൾ കൂടുന്നതാണ്. എന്ത് പുളുവാണ് ഈ അടിക്കുന്നത്, എന്ത് തള്ളാണ് ഇതൊക്കെ. നാട്ടുകാർ കാണില്ലേ? നിങ്ങളുടെ ആളുകൾ വന്നാൽ ഞങ്ങൾക്കറിയാന്നേ, അവിടെ കുറച്ച് ആളുകളുണ്ട്. പക്ഷേ ഇത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതിമത ചിന്തകൾക്കതീതമായി ഒരു നാടിൻ്റെ ജനനായകനെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ ഒത്തുകൂടിയ പതിനായിരങ്ങൾ ഈ നാട്ടിലെ LDF ഗവൺമെൻറ്റിനുള്ള ജനകീയ അംഗീകാരത്തിൻ്റെ പ്രതിഫലനമായിരുന്നു. അതുകൊണ്ടാണ് ഇത് മറച്ചു വെക്കാൻ വലിയ ത്വര. നേരത്തെ ശരത്ത് ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ ഇത് വാർത്തയെ കാണിക്കുന്നില്ല. പക്ഷേ ഇന്ന് ഏത് ലോകത്താണ് അവരൊക്കെ ജീവിക്കുന്നത്? സമൂഹ മാധ്യമങ്ങളിലൂടെ കോടിക്കണക്കിന് ആളുകൾ ഇത് കാണുകയല്ലേ. ഇവിടെ ചില മാധ്യമങ്ങൾ മറച്ചു വെച്ചതുകൊണ്ട് ഈ ദൃശ്യം ആളുകൾ കാണുകയില്ലെന്നാണോ? ഖത്തറിൽ, ബഹ്റൈനിൽ, ഒമാനിൽ എല്ലാം പിണറായി വിജയൻ എന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടി ഓടിയെത്തിയ 10,000 കണക്കിന് മനുഷ്യരുടെ ഹൃദയം നിറഞ്ഞ വരവേൽപ്പ്
അത് മലയാളികൾ വളരെയേറെ ഈ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുകയുണ്ടായി. ചില മുഖ്യധാരാ മാധ്യമങ്ങൾ അത് മറച്ചു വെച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ കേരളത്തിലെ ഗവൺമെൻറ്റിന് ഗൾഫ് നാടുകളിലുള്ള വലിയ സ്വീകാര്യതയുടെ ഒരു പ്രതിഫലനമാണ്. അത് മറ്റൊരു കാരണം കൊണ്ടുകൂടിയാണ്. അത് ഇന്ത്യയിലെ മറ്റിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ നാട്ടിലെ മതനിരപേക്ഷ സംസ്കാരം, ഈ നാട്ടിലെ മനുഷ്യ സാഹോദര്യം എത്ര ശക്തമായിട്ടാണ് കേരളത്തിൽ ഈ ഗവൺമെന്റ് കൊണ്ടുപോകുന്നത് എന്നുള്ളതിന്റെ കൂടി പ്രതിഫലനമാണ് ആ ജനപങ്കാളിത്തം. ശരി, ഞാൻ നമ്മൾക്കൊപ്പം ഇപ്പോൾ നേരത്തെ ബഹ്റൈനിൽ നിന്നും മസ്കറ്റിൽ നിന്നും സലാലയിൽ നിന്നുമാണ് നമ്മൾക്കൊപ്പം അവിടെ നിന്ന് ആളുകൾ പങ്കുചേർന്നതെങ്കിൽ ഇപ്പോൾ ശ്രീ സുധീർ നമ്മൾക്കൊപ്പം ഖത്തറിൽ നിന്ന് ചേരുന്നുണ്ട്. ഗുഡ് ഈവനിങ് സുധീർ. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മലയാളി പ്രവാസികൾ കേരളത്തിൽ നിന്ന് പോയവർ എന്ന നിലയിൽ അവർക്ക് അവരുടെ ഒരു സംസ്ഥാനം ജന്മനാട് എന്ന നിലയിൽ കേരളം കൊടുക്കുന്ന ഒരു പരിഗണനയെ സംബന്ധിച്ച്, ഒരു പിന്തുണയെ സംബന്ധിച്ച് മുൻകാലങ്ങളെക്കാൾ വലിയൊരു ഫീല് പ്രവാസികൾക്കിടയിൽ വന്നിട്ടുണ്ടോ? ഇപ്പോൾ നമുക്കറിയാം സംസ്ഥാനത്തിൻ്റെ വകുപ്പാണ് പ്രവാസികാര്യ വകുപ്പ്. ആ പ്രവാസികാര്യ വകുപ്പിൻ്റെ ഫീൽഡ് ഏജൻസിയാണ് നോർക്ക റൂട്ട്സ്. മറുഭാഗത്ത് ലോക കേരള സഭയുണ്ട്, അതുപോലെ തന്നെ പ്രവാസി ക്ഷേമ ബോർഡ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം കുറേ കൂടി ശക്തവും നന്നായും നടക്കുന്നതുകൊണ്ട് പ്രവാസികൾക്ക് നാടുമായി ബന്ധപ്പെട്ട പരിപാടികൾക്ക് അവരുടെ ഭരണാധികാരി എത്തുന്നു എന്നറിയുമ്പോഴൊക്കെ വലിയ താല്പര്യം കൂടിയതായിട്ടാണോ അനുഭവം? ഖത്തറിലെ ഒരു അനുഭവം എന്തായിരുന്നു അദ്ദേഹം എത്തുമ്പോൾ? ചില ബഹിഷ്കരണങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആളെത്തിക്കാതിരിക്കാനൊക്കെ ചില പരിപാടികളൊക്കെ നടന്നു എന്ന് കേട്ടിരുന്നു, ശരിയാണോ? എന്നിട്ടും അതൊക്കെ മറികടന്നാണ് ആളുകൾ എത്തിയത്. തീർച്ചയായും ശരത്ത് പറഞ്ഞതുപോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഖത്തറിൽ എത്തുമ്പോൾ ഇവിടുത്തെ എല്ലാ സംഘടനകളും കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മത ചിന്തകൾക്കും ഒക്കെ അതീതമായിട്ട് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറാവുന്ന വലിയ ഒരു അനുഭവമാണ് നമുക്ക് മുന്നിലുണ്ടായത്. ചിലയിടത്ത് അങ്ങനെ ആയിരുന്നില്ല. ഇവിടെ UDF-ന്റെ ബഹിഷ്കരണം ആഹ്വാനം ഉണ്ടായിട്ട് പോലും നല്ല രീതിയിൽ പൊതുജനങ്ങളാകെ പ്രവാസികളാകെ നമ്മുടെ പിന്നിൽ അണിനിരക്കുന്ന ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. കാരണം ഞങ്ങള് ഇത് സംഘാടക സമിതി രൂപീകരിച്ചപ്പോൾ തന്നെ എല്ലാ ജില്ലാ തലത്തിലുള്ള അസോസിയേഷനുകളും നമ്മളോട് സഹകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നു. ലോക കേരള സഭയുടെയും മലയാളം മിഷന്റെയും ആഭിമുഖ്യത്തിൽ മുഖ്യമന്ത്രിയുടെ സ്വീകരണ പരിപാടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നാനാ തുറകളിൽ നിന്നുള്ള ആളുകളുടെ വലിയ പിന്തുണ അതിനുണ്ടായി. അത് പ്രവർത്തിദിനം ആയിട്ട് പോലും 10,000-ൽ താഴെ ആളുകൾ അവിടെ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് ഉണ്ടായത്. ഈ ബഹിഷ്കരണങ്ങളൊന്നും തന്നെ, ആഹ്വാനങ്ങളൊന്നും തന്നെ വില പോയില്ല എന്നുള്ളതാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം നേരത്തെ ശരത്ത് സൂചിപ്പിച്ചത് തന്നെയാണ്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാസികൾക്ക് വേണ്ടി ഇത്രയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ഭരണാധികാരി, മാത്രമല്ല അത്രയും പ്രവാസികളെ പരിഗണിച്ചിട്ടുള്ള ഒരു ഭരണാധികാരി വേറെ ഇല്ല എന്ന് പറയാം. കഴിഞ്ഞ നമുക്കറിയാം 500 രൂപയിൽ നിന്ന് ഇന്ന് 3,500 രൂപയായി പ്രവാസി പെൻഷൻ, അടിസ്ഥാന പെൻഷൻ മാറിയിരിക്കുന്നു. അതുപോലെ ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ. പ്രവാസികളുടെ ശബ്ദം നിയമനിർമ്മാണ സഭകളിലൊക്കെ ഉണ്ടാകണമെന്നുള്ള ഒരു വലിയ ജനാധിപത്യ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ലോക കേരള സഭ എന്നൊരു സംവിധാനം ഉണ്ടാക്കുന്നു. സുധീർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ലോക കേരള സഭയെക്കുറിച്ച് കേരളത്തിൽ സംസാരിക്കുമ്പോഴൊക്കെ ഇപ്പോൾ UDF പ്രതിനിധികളൊക്കെ വരുന്നവർ അന്നും ഇന്നും ഒക്കെ അത് ഏതാണ്ടൊരു മോശപ്പെട്ട കാര്യം പോലെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രവാസി സമൂഹത്തിൽ LKSൻ്റെ ലോക കേരള സഭയുടെ ഒരു സ്പേസ് എന്താണ്? എന്തു ചെയ്യാൻ കഴിയുന്നു? വല്ല കാര്യമുണ്ടോ എന്നൊക്കെയുള്ള മട്ടിൽ ചില ചോദ്യങ്ങളും ധ്വനികളും ഒക്കെ ഉണ്ട്. സുധീറിന് എന്ത് പറയാൻ പറ്റും അതേക്കുറിച്ച്? ആ നാട്ടിൽ ആളുകൾക്കൊരു താല്പര്യം ഉണ്ടാവും കേൾക്കാൻ. ലോക കേരള സഭ അംഗം എന്നുള്ള നിലയ്ക്ക് അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. 2 ലോക കേരള സഭകളിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അവിടെ നടക്കുന്നത് 160ഓളം വരുന്ന രാജ്യങ്ങളിലുള്ള വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട് അവിടെ വരുന്നത്. അവിടെ MLA-മാരും MP-മാരും അടങ്ങുന്ന ആ സഭയിൽ പ്രവാസികൾ അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടുന്നു. എങ്ങനെയായിരിക്കണം തുടർന്നുള്ള നിയമനിർമ്മാണങ്ങളും കേരളത്തിന്റെ സംസ്ഥാനം എന്നുള്ള രീതിയിലുള്ള മുന്നോട്ട് പോക്കും എന്നുള്ള രീതിയിലുള്ള ആശയങ്ങൾ പങ്കുവെക്കുന്നു. അതിന്റെയൊക്കെ ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളിൽ ഭൂരിഭാഗവും നടപ്പാക്കിലാക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഒരു അവസാനത്തെ ഉദാഹരണമാണ് ഈ പറഞ്ഞ അടുത്ത് നടപ്പിലാക്കിയിട്ടുള്ള നോർക്ക കെയർ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. അത് ലോക കേരള സഭയിൽ ഉന്നയിക്കപ്പെട്ട ഒരു ആവശ്യമാണ്. അങ്ങനെ ലോക കേരള സഭയിൽ ഉന്നയിക്കപ്പെടുന്ന
പ്രായോഗികമായ എല്ലാ കാര്യങ്ങളും തന്നെ പരിഗണിച്ചു പോകുന്ന ഒരവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ വിമർശനങ്ങളൊക്കെ രാഷ്ട്രീയമായി അന്ധമായി അതിനെ എതിർക്കുക എന്നുള്ളൊരു നിലപാടാണ് UDF-ഉം ചില മാധ്യമങ്ങളും ഒക്കെ സ്വീകരിച്ചു വന്നിട്ടുള്ളത്. പക്ഷെ യാഥാർത്ഥ്യം പ്രവാസികൾക്കറിയാം. യെസ്, അതുകൊണ്ട് ഓക്കെ. കൂടിയാണ് ഒറ്റ കാര്യം കൂടി ഒന്ന് ചുരുക്കി, അതായത് എനിക്ക് ഒന്ന് രണ്ട് പേരിലേക്ക് കൂടി പോകേണ്ടതുണ്ട് സുധീർ. അതായത് ഈ LKS-നെ കുറിച്ചുള്ള അതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് പറഞ്ഞു, പക്ഷേ പ്രവാസികൾക്കിടയിൽ അവരുടെ നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ അവിടെ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ആളുകൾക്കിടയിലേക്ക് നന്നായി വരുന്നുണ്ടോ? അറിയാനുള്ളൊരു കൗതുകം കൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇപ്പോ നമ്മൾ ഇവിടുത്തെ ഞങ്ങൾ ഇവിടെ ഖത്തറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 11ഓളം ലോക കേരള സഭാംഗങ്ങളുണ്ട്. ഞങ്ങൾ ഇവിടെ ഏതെങ്കിലും ഗവൺമെന്റ് പ്രോജക്റ്റുകൾ വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള അവയർനെസ് ക്യാമ്പയിനുകൾ നമുക്ക് ഇനി എപ്പോഴാണ് ഒരു ലോക കേരള സഭയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഉന്നയിക്കാനുള്ളത്, ഇത്തരം ചർച്ചകൾ രൂപപ്പെടുത്തിയാണ് നമ്മൾ ഈ സമ്മേളനത്തിന് ലോക കേരള സഭയ്ക്ക് പോകുന്നത്. അത്തരം കാര്യങ്ങൾ ജനങ്ങൾക്ക്, ഇവിടുത്തെ പ്രവാസികൾക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ അത് ബോധ്യപ്പെടാത്ത അല്ലെങ്കിൽ ബോധ്യപ്പെട്ടെന്ന് നടിക്കാത്ത കുറെ ആളുകളും ഉണ്ട് എന്നുള്ളത്. എന്തിലും വിമർശനം മാത്രം മുന്നോട്ട് വയ്ക്കുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ. അതായത് ഇനി വരാൻ പോകുന്നത് കുവൈറ്റും അബുദാബിയാണ്. കുവൈറ്റിൽ നാളെയാണ് പരിപാടി, അബുദാബിയിൽ വരാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സുധീറിനോടൊരു കാര്യം, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അത് നമ്മൾ അദ്ദേഹത്തെ കഴിഞ്ഞൊരു 10 വർഷമായി വിലയിരുത്തിയാൽ മനസ്സിലാകും. ആളുകൾ എങ്ങനെയൊക്കെ വിവാദം സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും അതിനെ എന്തൊക്കെ പറയാൻ ശ്രമിച്ചാലും അദ്ദേഹം ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സർക്കാർ, അദ്ദേഹത്തിൻ്റെ പാർട്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുന്നണി എത്തിച്ചേരുന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്ന് മുന്നോട്ട് പോകുന്ന, അതിൽ നിന്ന് അദ്ദേഹത്തെ വ്യതിചലിപ്പിക്കാൻ കഴിയില്ല എന്നൊരു അനുഭവം മലയാളിക്ക് മുമ്പിലുണ്ട്. അദ്ദേഹം എന്താണോ പ്രവാസികളുടെ മുമ്പാകെ അവതരിപ്പിക്കാനും പറയാനും അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൂടെ ആഗ്രഹിച്ചത്, അതിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ എത്തിയത്? ഏതെങ്കിലും തരത്തിൽ അതിനെതിരായ ഒരു അനുഭവം അദ്ദേഹത്തിന് സംഭവിച്ചതായി പറയാനുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. 2 തരത്തിലാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇവിടെ മാധ്യമങ്ങളും അല്ലെങ്കിൽ ഒക്കെ പ്രചരിപ്പിക്കുന്ന അവാസ്തവമായ കാര്യങ്ങളുണ്ട്. ഈ സർക്കാർ അല്ലെങ്കിൽ നടപ്പാക്കുന്ന പ്രവാസികൾക്കും നാടിനും വേണ്ടി നടപ്പാക്കുന്ന കാര്യങ്ങൾ അത് തമസ്കരിക്കുന്ന ഒരു നിലപാടുണ്ട്. അത് പ്രവാസി സമൂഹത്തിനോട് പറയുക, അവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കുക, അതാണ് ഒന്നാമത്തെ കാര്യം. മറ്റൊരു കാര്യം, ആ യാത്രയോടനുബന്ധിച്ച് ഇവിടുത്തെ ഭരണാധികാരികളെ കണ്ടുകൊണ്ട്, അതായത് മീഡിയ അത് കാര്യമായിട്ടൊന്നും കണ്ടില്ല എന്നുള്ളത് നിങ്ങളെ യേശുന്നില്ല എന്നാണോ? മീഡിയ അത്ര വലിയ സീരിയസ് ആയിട്ടൊന്നും കണ്ടതായി തോന്നുന്നില്ല പലപ്പോഴും. ഞങ്ങൾക്ക് വലിയ പ്രതിഷേധം ഉണ്ട് ആ കാര്യത്തില്. തീർച്ചയായിട്ടും ഇങ്ങനെ കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി വളരെ കാലത്തിന് ശേഷം ഖത്തറിലെത്തി ഇത്തരം ഒരു വലിയ സമ്മേളനം അല്ലെങ്കിൽ ആ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അത് വേണ്ട രീതിയിൽ ആ വാർത്തയാക്കാനോ അത് കൊടുക്കാനോ മാധ്യമങ്ങൾ മുന്നോട്ട് വന്നില്ല എന്നൊരു പ്രതിഷേധം ഞങ്ങൾക്കുണ്ട്. അത് തീർച്ചയായും അറിയിക്കുകയാണ് ഇവിടെ. റൈറ്റ്, നന്ദി ശ്രീ സുധീർ. ഞാനത് ഹിക്മത്തിലേക്ക് ഒന്ന് പോകാം. എന്താ ഹിക്മത്ത്, അവിടെ ഇപ്പോൾ കുവൈറ്റിലെ നാളത്തെ പരിപാടി എന്താണ് അബ്ദുൽ ഖാദർ? ഒറ്റ കാര്യം അല്ല, അത് ഈ ചർച്ചയ്ക്ക് സായറായിട്ടുള്ള കാര്യമാണ്. ലോക കേരള സഭയുടെ തീരുമാനപ്രകാരം ഗവൺമെൻറ് അതിപ്രധാനമായ ഒരു തീരുമാനം കഴിഞ്ഞ ദിവസം എടുത്തിരിക്കുകയാണ്. 2/10/2025 കേരള പ്രവാസികാര്യ വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ള ഒരു ഉത്തരവ് ചരിത്ര പ്രധാനമായിട്ടുള്ളൊരു തീരുമാനമാണ്. അത് പ്രവാസി മിഷൻ പദ്ധതി രൂപീകരിക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു. ലോക കേരള സഭയുടെ തീരുമാനപ്രകാരമാണത്. അതായത് കേരളത്തിൽ നിന്ന് വിദേശ നാടുകളിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കുടിയേറിയ ആളുകൾക്ക് അവരുടെ അവർ കോർത്തിണക്കി പ്രാദേശികാടിസ്ഥാനത്തിൽ അവരുടെ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാൻ, ഇത്തരം സംരംഭങ്ങളെ ശരിയായ ദിശയിൽ നയിക്കുന്നതിനും ഒരു പ്രത്യേക പദ്ധതി പ്രവാസി മിഷൻ രൂപീകരിക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശരി, ഞാൻ ഷക്കറിലേക്ക് വരാം. അതിനു മുമ്പ് ഞാനൊന്ന് ഹിക്മത്തിലേക്ക് കൂടി പോട്ടെ. കുവൈറ്റിൽ ഹിക്മത്തിലേക്ക് സംസാരിക്കാൻ പോയപ്പോഴാണ് നേരത്തെ ശ്രീ അബ്ദുൽ ഖാദർ സംസാരിച്ചത്. ഹിക്മത്ത്, നാളത്തെ പരിപാടിയുമായി ബന്ധപ്പെട്ട സംഘാടന തിരക്കിലാണ് നിങ്ങൾ മലയാളികൾ, അവിടെയുള്ള പ്രവാസി സമൂഹം എന്നറിയാം. എങ്ങനെയുണ്ട് അദ്ദേഹത്തിൻ്റെ വരവ്? മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു. പ്രവാസികൾ എങ്ങനെ ഈ ഒരു കൂടിക്കാഴ്ചയെ, മുഖ്യമന്ത്രിയെ കാണാനെത്തുന്നു? എന്താണ് അവരുടെ ഒരു പ്രതീക്ഷ, താല്പര്യമില്ലായ്മയുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു അനുഭവത്തിൽ നിന്ന് എന്ത് പറയും ഹിക്മത്ത്? ശരത്ത്, വലിയ അത്യാഹ്ലാദത്തിലാണ് കുവൈത്ത് പ്രവാസികൾ ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ നേരത്തെ നമ്മുടെ ആളുകളൊക്കെ പറഞ്ഞതുപോലെ, പ്രത്യേകിച്ച് കുവൈത്തിന്റെ ഒരു പ്രവാസ ചരിത്രത്തിൽ 98-ൽ സഖാവ് ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് ഒരു മുഖ്യമന്ത്രി കുവൈത്ത് സന്ദർശിച്ചിരുന്നത്. അതിനുശേഷം ഏകദേശം 27-28 വർഷത്തിന് ശേഷമാണ് കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി പ്രവാസികളെ കാണുന്നതിനും അവരോട് സംവദിക്കുന്നതിനും അവരുടെ വിഷയങ്ങൾ കേൾക്കുന്നതിനൊക്കെ ആയിട്ട് ഇവിടെ എത്തിച്ചേരുന്നത്.
വലിയ വലിയ സന്തോഷത്തിലും വലിയ ആവേശത്തിലുമാണ് കുവൈത്ത് പ്രവാസികൾ ഇപ്പോൾ ഉള്ളത്. കുവൈത്ത് പ്രവാസികളെ സംബന്ധിച്ച് സഖാവ് പിണറായി വിജയന്റെ സന്ദർശനം വലിയ ആവേശവും ആഹ്ലാദവും അതേപോലെ തന്നെ പ്രതീക്ഷയും നൽകുന്നതാണ് ഓരോ ഘട്ടത്തിലും. അത് അദ്ദേഹം രാഷ്ട്രീയ നേതാവായിരുന്ന സമയത്തും അതുപോലെ അതിലപ്പുറമാണ് ഇപ്പൊ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് വരുന്നത്. വരുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, മുഖ്യമന്ത്രി എല്ലാ സമയത്തും പറയുന്നത് പോലെ എന്താണോ പറയുന്നത് അത് മാത്രമേ നടപ്പാക്കുന്നതാണ് പറയുന്നതാണ് നടപ്പാക്കുന്നത്. ഇത് പ്രവാസികളെ സംബന്ധിച്ച് സത്യത്തിൽ വലിയ തോതിൽ ഏറ്റവും കൂടുതൽ ജീവിതാനുഭവത്തിൽ നിന്ന് തിരിച്ചറിയുന്ന ആളുകൾ പ്രവാസികളാണ്. കാരണം ലോകമറിയുന്ന മനുഷ്യരാണ്, നേരിട്ട് വളരെ അനുഭവത്തിലൂടെ. അപ്പോൾ ഈ വെറും വാക്കും വാഗ്ദാനവും അതിനപ്പുറം പറയുന്നത് ചെയ്യുന്നതും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം വേഗം മനസ്സിലാകുന്ന ആളുകളാണ് പ്രവാസി സമൂഹം എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി, ഇപ്പോൾ മറ്റിടങ്ങളിലേക്ക് പരിപാടിയുടെ വലിയ വിജയം നിങ്ങളുടെ മുമ്പിലുണ്ട്. അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ കൂടുതൽ കോമ്പറ്റീറ്റീവായിട്ട് കൂടുതൽ അതിലും വലിയ പരിപാടിയായി മാറുന്ന നിലയിൽ മുഖ്യമന്ത്രിയെ കാണാൻ കുവൈറ്റിൽ മലയാളികളല്ലാത്ത പ്രവാസികളുമൊക്കെ എത്തുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? അല്ല, അത് തന്നെയാണ് ഇപ്പൊ ഞങ്ങളുടെ ഒരർത്ഥത്തിൽ ചെറിയൊരു ആശങ്ക അത് തന്നെയാണ്. കാരണം ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് കുവൈത്തിലെ ആകെ 5 ലക്ഷത്തോളം വരുന്ന മലയാളികൾ, അതിലൊരു വലിയ ജനവിഭാഗം ഒഴുകിയെത്തും എന്നുള്ള പ്രതീക്ഷയും അതോടൊപ്പം ഇത്തരം ആളുകളെയൊക്കെ തന്നെ ഉൾക്കൊള്ളാൻ പാകത്തിൽ കഴിയോ എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു ആശങ്കയും ഞങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട്. അത്രയും വലിയ പ്രതീക്ഷയിലാണ് ഈ മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തെ കാണുന്നത്. മാത്രമല്ല, ഇന്ത്യയും കുവൈത്തും ഒക്കെ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ കുറെ കൂടി ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ സന്ദർശനം മാറിക്കഴിഞ്ഞു. ഇന്ന് ഉപപ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയും ഉൾപ്പെടെയുള്ള സർക്കാർ തല പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞു. അതിൽ ഇന്ത്യൻ എംബസി പ്രതിനിധികൾ, പ്രവാസികളുടെ തന്നെ അംബാസഡറായ MA യൂസഫ് അലിയും ആ ചർച്ചയുടെയും ആ കൂടിക്കാഴ്ചയുടെയും ഭാഗമായി പങ്കെടുക്കുകയുണ്ടായി. മാത്രമല്ല, കുറച്ച് സമയത്തിനകം, അരമണിക്കൂറിനകം അദ്ദേഹം കുവൈത്തിലെ പ്രധാനപ്പെട്ട സംഘടനാ സാരഥികളുമായും പൗരപ്രമുഖരുമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കുകയാണ്. നാളെ വൈകുന്നേരം കുവൈത്ത് സമയം 5 മണിക്കാണ് അദ്ദേഹം കുവൈത്ത് മലയാളികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. മലയാളികൾ മാത്രമല്ല, പക്ഷെ ശരത് പറഞ്ഞ പോലെ മലയാളി സമൂഹത്തിനപ്പുറമുള്ള ആളുകളുടെ സാന്നിധ്യവും, പ്രത്യേകിച്ച് തമിഴ്നാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളുടെ പങ്കാളിത്തം ഉൾപ്പെടെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഒരു വലിയ പ്രതീക്ഷയിലാണ് കുവൈത്തിലെ പ്രവാസി സമൂഹം. അത് എക്കാര്യത്തില് എന്ന് പറഞ്ഞാൽ കുവൈത്തിലെ 60ഓളം വരുന്ന മലയാളി സംഘടനകൾ ഒന്നിച്ചാണ് മുഖ്യമന്ത്രിക്ക് സ്വീകരണം നൽകാൻ വേണ്ടി പോകുന്നത്. അവരുടെ വ്യത്യസ്തങ്ങളായ പ്രചരണങ്ങൾ, പ്രവർത്തനങ്ങളൊക്കെ തന്നെ വളരെ വ്യാപകമായി കുവൈത്തിനകത്ത് ഒരു മലയാളി എന്ന നിലയിൽ നമ്മളെയൊക്കെ സംബന്ധിച്ച് ആവേശകരം കൂടിയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി 60ഓളം വരുന്ന മലയാളി സംഘടനകൾ ചേർന്ന് ഒറ്റക്കെട്ടായി അദ്ദേഹത്തെ സ്വീകരിക്കാൻ, അല്ലെങ്കിൽ കേരളത്തെ സ്വീകരിക്കാൻ, കേരളത്തിന്റെ ഒരു സർക്കാരിനെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുന്നു. ഹിക്മത്ത് ആ തിരക്കുകൾക്കിടയിലാണ്. നന്ദി ശ്രീ ഹിക്മത്ത് ഞങ്ങളോട് സംസാരിച്ചതിന്. അഡ്വക്കേറ്റ് സലിം ചോലമുഖത്ത് കൂടിയുണ്ട് അബുദാബിയിൽ നിന്ന്. വളരെ വേഗത്തിൽ അടുത്ത അവസാനത്തെ ഈ മുഖ്യമന്ത്രിയുടെ പരിപാടികൾ അബുദാബിയിലാണ് അവസാനിക്കുന്നത്. അതിൻ്റെ സംഘാടന ഒരുക്കങ്ങൾ, ക്രമീകരണങ്ങൾ എവിടം വരെയായി സലീം? തീർച്ചയായിട്ടും അബുദാബിയിലെ പൊതു മലയാളി സമൂഹം വളരെ ആവേശത്തോടു കൂടിയാണ് മുഖ്യമന്ത്രിയെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. 2018 ഇതിനു മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അബുദാബി സന്ദർശിച്ചത്. പക്ഷെ അന്ന് വളരെ പരിമിതമായ സ്ഥലപരിമിതിയുള്ള ഒരു സ്ഥലത്തായിരുന്നു പരിപാടി. ഇപ്പോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപക്ഷെ അബുദാബിയിലെ മലയാളി പ്രവാസികളുടെ ഓർമ്മയിൽ ഇങ്ങനെ ഒരു ഗംഭീരമായ പരിപാടി കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഒരു ജനനേതാവിന് നൽകുന്ന ഒരു പരിപാടി ആദ്യമായിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നവംബർ 9-ാം തീയതി അബുദാബി സിറ്റി ഗോൾഫ് ക്ലബിലാണ് ഇവിടെ വൈകുന്നേരം 6 മണിക്കാണ് പരിപാടി തുടങ്ങുന്നത്. ആ പരിപാടിയിലേക്ക് വരാൻ വേണ്ടി അബുദാബി എമിറേറ്റിലെ എല്ലാ പ്രദേശത്തു നിന്നുള്ള മലയാളികളുടെ വലിയ ആവേശവും അന്വേഷണവും ഒക്കെ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മുഖ്യമന്ത്രിയുടെ സന്ദർശനം അബുദാബി മലയാളികളെ സംബന്ധിച്ച് ഇവിടെ കക്ഷി രാഷ്ട്രീയം ഒന്നും നോക്കാതെ എല്ലാ സംഘടന, പ്രത്യേകിച്ചും ഇവിടുത്തെ അബുദാബി സർക്കാരിന്റെ അംഗീകൃത സംഘടനകളായിട്ടുള്ള എല്ലാ സംഘടനകളും ഒത്തൊരുമിച്ചാണ് മുഖ്യമന്ത്രിയെ വരവേൽക്കാൻ. അതുപോലെ തന്നെ അലൈനിലെ സംഘടനകളൊക്കെ ഒരുമിച്ചാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ അബുദാബിയിലെയും അലൈനിലെയും മലയാളികൾ ആകെ വലിയ ആവേശത്തിലും പ്രതീക്ഷയിലുമാണ്. ശരി, ഏതായാലും ഗംഭീരമാവട്ടെ. ഒരു കാര്യം, 9-ാം തീയതി ആണ് ആ പരിപാടി. 8-ാം തീയതി ഞങ്ങൾ കൈരളിയുടെ പരിപാടിയിലേക്ക് കൂടി നിങ്ങൾ മലയാളികളെ എല്ലാവരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. കൈരളിയുടെ 25 വർഷങ്ങൾ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ പരിപാടിയിൽ പങ്കെടുക്കുന്നു. മലയാളത്തിൻ്റെ മഹാനടൻ, മലയാളം കമ്മ്യൂണിക്കേഷൻസിൻ്റെ ചെയർമാൻ ശ്രീ മമ്മൂട്ടി ആ പരിപാടിയിലുണ്ട്. ജോൺ ബ്രിട്ടാസ് MP ഉണ്ട്. മലയാളത്തിൻ്റെ സിനിമാ സാഹിത്യ ലോകത്തെ ഒട്ടേറെ പ്രമുഖർ, വ്യക്തിത്വങ്ങൾ ആ പരിപാടിയിലുണ്ട്. അബുദാബിയിലെ ആ വലിയ
മലയാളി സമൂഹത്തിന് അവിസ്മരണീയമായ ഒരു പരിപാടിയായി ഞങ്ങളും ഒരുക്കുകയാണ്. സലീം, എല്ലാവരെയും ഞങ്ങളും സ്വാഗതം ചെയ്യുകയാണ്. അത് 8-ാം തീയതിയാണ് കേട്ടോ. തീർച്ചയായിട്ടും ആ പരിപാടിയിൽ ഞങ്ങൾ അബുദാബിക്കാരുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. താങ്ക് യു. നമുക്ക് വളരെ വേഗത്തിൽ ഈ ചർച്ച അവസാനിപ്പിക്കും. ഈ പ്രവാസ ലോകത്തെ ഈ അഭിപ്രായങ്ങളോടൊക്കെ ഷാക്കിറിന് യോജിപ്പും വിയോജിപ്പും ഉണ്ടാകാം, അത് സ്വാഭാവികമാണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ അതിലൊരാൾ പറഞ്ഞൊരു കാര്യം മാത്രമേ ഉള്ളൂ, UDFൻ്റെ ബഹിഷ്കരണം അത് സത്യത്തിൽ മോശപ്പെട്ടൊരു ഏർപ്പാടല്ലേ? കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് പോകുന്നത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പൊതുവായി പ്രവാസി സമൂഹത്തെ അഡ്രസ്സ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെ ആൾ വരാതിരിക്കാൻ വേണ്ടി ഒരു ബഹിഷ്കരണം പോലൊരു രാഷ്ട്രീയ ശൈലിയിലേക്ക് പ്രവാസ ലോകത്ത് മാറാൻ പാടുണ്ടോ? നേരത്തെ അങ്ങനെ ഒരു പരാമർശം വന്നതുകൊണ്ടാണ്. എന്നാൽ എല്ലാ സംഘടനകളും കൂടി ഒന്നിച്ച് പങ്കെടുത്തതിനെക്കുറിച്ചും പറയുന്നുണ്ട്. സന്തോഷകരമായ ഒരു നല്ല കാര്യമാണത്. അത് ഇവിടെ പല പരിപാടികളിലും UDF ബഹിഷ്കരിക്കുന്നുണ്ട്, സർക്കാരുമായി സഹകരിക്കാതെ വരും. അത് പ്രവാസ ലോകത്തും ആവശ്യമുണ്ടോ? അതിൻ്റെ കാര്യമുണ്ടോ ഷാക്കിർ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, മുഖ്യമന്ത്രി ഒരു വിദേശ രാജ്യത്ത് വരുന്നിടത്ത് മലയാളികൾ സ്വീകരിക്കുന്നു, നിങ്ങളത് കുറച്ച് CPM പ്രവർത്തകരെ കൊണ്ടുവന്ന് ന്യായീകരിക്കുകയാണ്. എനിക്ക് ഒറ്റ മിനിറ്റുകൾ തന്നാൽ മതി. ഇപ്പോൾ KB അബ്ദുൽ ഖാദറിനെ പോലെയുള്ള CPMൻ്റെ നേതാക്കന്മാർ ഈ പിണറായി വിജയൻ്റെ പ്രവാസി വിരുദ്ധ നിലപാടുകളും ദുർഭരണമൊക്കെ ന്യായീകരിക്കാൻ വിധിക്കപ്പെട്ടവരാണ്, ഈ ശരത്ത് ഉൾപ്പെടെ. അതിൽ ഞങ്ങൾക്ക് സാധാരണ ഉള്ളൂ. നിങ്ങൾ ദയവ് ചെയ്ത് ദേശാഭിമാനി കൈരളി അല്ലാത്ത വാർത്താമാധ്യമം എടുക്കും ശ്രദ്ധിക്കുക. നമ്മൾ ഈ മുഖ്യമന്ത്രി 10 വർഷത്തിനിടയ്ക്ക് 13ഓളം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചു. അതിൽ മകളുണ്ട്, ഭാര്യയുണ്ട്, പേരക്കുട്ടിയുണ്ട്, പരിവാരങ്ങളുണ്ട്. ഓരോ രാജ്യങ്ങൾ സന്ദർശിക്കും, അവിടെ പത്രസമ്മേളനം നടത്തും. അത് കഴിഞ്ഞ് നമ്മുടെ കേരളത്തിൽ വന്നിട്ട് വാർത്താ സമ്മേളനം നടത്തും. അവിടങ്ങളിൽ പറഞ്ഞ ആ വാർത്താ സമ്മേളനത്തെ ക്ലിപ്പുകളുണ്ട്, എൻ്റെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്കുണ്ട്, ഞാൻ കുറച്ച് കഴിഞ്ഞ് ശരത്തിന് അയച്ചുതരാം. അതിന് മറുപടിയായി ഈ അടുത്ത കാലത്ത് KSIDC കൊടുത്തിട്ടുള്ള ഒരു വിവരാവകാശ രേഖയിൽ മറുപടിയുണ്ട്. അതേ പറയുന്നുണ്ട്, വിദേശ നിക്ഷേപരും ബാറ്ററി നിർമ്മാണ സ്ഥാപനം വരും, അങ്ങനെ പലതും ഓരോ രാജ്യത്ത് പോയി വന്നിട്ട് വരുന്നുണ്ട്. നമ്മുടെ ശിവൻകുട്ടി പോലും ഫിൻലാൻഡിൽ പോയിട്ട് അവിടെ സൈക്കിൾ വട്ടത്ത് ചവിട്ടിട്ട് നീളത്ത് പോകുന്നു എന്ന് പറഞ്ഞ ആളാണ്. ഇവിടെ അദ്ദേഹം സൈക്കിൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ആ രീതിയിൽ പിന്നെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുക എന്നല്ലാതെ ഇപ്പോൾ KSIDC കൊടുത്തിട്ടുള്ള വിവരാവകാശ രേഖ പ്രകാരം ₹1 പോലും കേരളത്തിലേക്ക് ഈ 10 വർഷത്തിനിടയ്ക്ക് വിദേശ നിക്ഷേപം കൊണ്ടുവരാനോ ഏതെങ്കിലും വ്യവസായികളെ മലയാളികളായിട്ടുള്ള ആളുകളെ ഇവിടെ സംരംഭം തുടങ്ങിയിട്ടില്ല, ഇവിടെ സംരംഭം തുടങ്ങിയ വ്യവസായികൾ ആത്മഹത്യ ചെയ്യുകയോ കടക്കണിയിൽ കൊടുക്കുകയോ ചെയ്തിട്ടുള്ള പ്രവാസികളുടെ കഥയാണ് പ്രവാസികൾക്ക് പറയാനുള്ളത്. കമ്മീഷനാണ് 90,000 കോടിയുടെ കിഫ്ബി പ്രോജക്റ്റ് ഒരു പൈസയുടെ കമ്മീഷൻ ഇല്ലാതെ നടന്നതാണ്. UDF ആണ് ഭരിക്കുന്നതെങ്കിൽ 90,000 കോടിയുടെ കിഫ്ബി പ്രോജക്റ്റിന് എത്ര കമ്മീഷൻ കേരളത്തിൽ ചർച്ചയായേനെ? നിങ്ങൾക്ക് കണ്ണടയ്ക്കാം. UDF ഭരിക്കുന്ന കാലത്ത് എത്ര നിങ്ങൾ വിധിക്കപ്പെട്ടയാളാണ് ഷാക്കിർ, നിങ്ങൾ വിധിക്കപ്പെട്ടയാളാണ് ഇത് പറയാൻ. സമരം ചെയ്ത് അല്ലല്ല നിങ്ങൾ ശരത്തിനെയും അബ്ദുൽ ഖാദറിനെ പോലെയുള്ള സുഹൃത്തുക്കൾ വിധിക്കപ്പെട്ടയാളാണ്. എനിക്ക് യാതൊരു സങ്കടവും അതിലില്ല. വെള്ളപൂശി നിങ്ങൾ, എനിക്ക് ഉറപ്പാണ് ഈ ചാനൽ ചർച്ച കഴിഞ്ഞിട്ട് നിങ്ങൾ മിക്കവാറും പൊട്ടിക്കരയാൻ സാധ്യതയുണ്ട്. അത്രയും വസ്തുതാവിരുദ്ധമായ ഇത് കാണുന്ന പ്രവാസികളുണ്ട്. അതായത് പ്രവാസികൾ ഒരു നാട് കോൺഫിഡന്റ് ആയതുകൊണ്ടല്ലേ ആ നാടിന്റെ മുഖ്യമന്ത്രി ജനങ്ങളുടെ മുമ്പിൽ പോയി ഇങ്ങനെ നിൽക്കുന്നത്. 10ാമത്തെ വർഷമാണ് അധികാരത്തിൽ, 10ാമത്തെ വർഷം. എനിക്ക് ജനങ്ങളെ കാണാം, ജനങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കാം, ചെയ്ത കാര്യങ്ങൾ പറയാം. എത്ര ഭരണാധികാരികൾക്ക് ഈ ആത്മവിശ്വാസമുണ്ട്? എത്ര ഭരണാധികാരികൾക്കുണ്ട്? ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ ആളുകളെ വിശകലനം ചെയ്യും, ചർച്ചയിലുണ്ട്. ഈ 2016 മുഖ്യമന്ത്രി ദുബായിൽ പറഞ്ഞ 6 മാസത്തെ ശമ്പളത്തിന്റെ ബഡായി മുതൽ ഈ 2025 ഉള്ള ബഡായി പുച്ഛിച്ച് തള്ളുകയാണ്. ശരത്ത് ഇയാൾ ആരെയാ പറ്റിക്കണത്? ജിമ്മ് നടത്തിയിട്ട് കേരളത്തിൽ UDF എന്താ കാണിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെയല്ല P. രാജീവിനെ കഴിഞ്ഞ ദിവസം പ്രവാസിയായിട്ടുള്ള വ്യവസായി ശ്ലാഘിച്ചത് കേരളത്തിലേക്ക് ആയിരക്കണക്കിന് വ്യവസായ സംരംഭങ്ങൾ, ചെറുകിട സംരംഭങ്ങൾ വരികയാണ്. അതവിടെ നിൽക്കട്ടെ. ഞാനിവിടെ പറഞ്ഞ ഒരു കാര്യവും വസ്തുതാപരമായി ഖണ്ഡിക്കാതെ അങ്ങനെ എന്തൊക്കെയായി പറഞ്ഞത്? UDFും LDFും തമ്മിലുള്ള വ്യത്യാസം പ്രാവർത്തികമാക്കിയ കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോൾ പ്രവാസി മിഷൻ ആരംഭിക്കാൻ പോകുന്നു, അതുപോലെ നോർക്ക ഇൻഷുറൻസ് പദ്ധതി ഇവിടെ ആരംഭിച്ചു, പ്രവാസി പെൻഷൻ വർദ്ധിപ്പിച്ചു. ഇതൊക്കെ പ്രവാസ ലോകത്ത് പോയിട്ടല്ലേ മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. അതിൽ മുഖ്യമന്ത്രിയുമായിട്ട് സംവദിക്കാനോ ഒരു കാര്യവും ഉന്നയിക്കാനോ ധൈര്യമില്ലാത്ത ആളുകൾ
ഒളിച്ചു കളിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മുന്നിൽ ചെല്ലാനുള്ള ധൈര്യമില്ല, കാര്യങ്ങൾ സംസാരിക്കാനുള്ള ധൈര്യമില്ല. അതുകൊണ്ട് മാറി നിന്നുകൊണ്ട് ചെളിവാരി എറിയാണ്. പക്ഷെ കേരളം തിരിച്ചറിയുന്നു, പ്രവാസ ലോകത്തുള്ള മലയാളികൾ ഒന്നടങ്കം തിരിച്ചറിയുന്നു. മുസ്ലിം ലീഗ് ഇവിടെ ഭരണത്തിലുണ്ടായില്ലേ, എന്ത് പുണ്ണാക്കാ മുസ്ലിം ലീഗ് ചെയ്തത് പ്രവാസികൾക്ക് വേണ്ടി? ഒന്നും ചെയ്തിട്ടില്ല. 8 മന്ത്രിമാർ ഇവിടെ നിന്ന് കേന്ദ്രമന്ത്രിമാരായിട്ടുണ്ടായിരുന്നപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു കാര്യം പോലും പ്രവാസികൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയാത്ത ആളുകൾ ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലാന്നേ. അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ കഴിയാത്തതിലുള്ള എന്താ പറയുക മനോവിഷമം ഇപ്പം തീർക്കുകയാണ്, കരഞ്ഞു തീർക്കട്ടെ. പക്ഷേ വസ്തുത തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ജനങ്ങളെ, പ്രവാസികളെ സമീപിക്കാൻ കേരളത്തിലെ LDF ഗവൺമെൻറ്റിന് കഴിയുന്നു എന്ന് തന്നെയാണ്. അതായത് നവകേരള മഹിമ എന്നുള്ളത് പ്രവാസ സമൂഹവും പ്രവാസികളും ഏറ്റെടുക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ കേരളത്തിൻ്റെ ഒരു ഭരണാധികാരിക്ക് നമ്മുടെ പ്രവാസികൾ, നമ്മുടെ മലയാളികൾ പ്രവാസികളായി ഏറ്റവും ശക്തമായുള്ള ഗൾഫ് നാടുകളിൽ ഇത്ര ഉജ്ജ്വലവും ഗംഭീരവുമായ സ്വീകരണം കിട്ടുമ്പോൾ ആർക്കൊക്കെയാണ് പൊട്ടിക്കരയാൻ തോന്നുന്നത് എന്നും നമ്മൾ സ്വാഭാവികമായും ഓർത്തുപോകും. പൊട്ടിക്കരയുന്നവർ കരയട്ടെ, പക്ഷേ കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ തടയാൻ അതുകൊണ്ടൊന്നും കഴിയില്ല. വലിയ ബോധ്യത്തോടുകൂടി നേട്ടങ്ങളെ, പ്രവർത്തനങ്ങളെ, ഇടപെടലുകളെ കേരളീയ സമൂഹം, ലോകമെമ്പാടുമുള്ള മലയാളികൾ, പ്രവാസികൾ ഏറ്റെടുക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി ഈ സമ്മേളനങ്ങൾ മാറുന്നു. ആ രാജ്യങ്ങളിലെ സമ്മേളനങ്ങൾ മാറുന്നു, മുഖ്യമന്ത്രിയുടെ സമ്മേളനങ്ങൾ മാറുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം. അത് മാധ്യമങ്ങൾ എത്ര തമസ്കരിക്കാൻ ശ്രമിച്ചാലും അത് നവമാധ്യമങ്ങളിലൂടെ, സമൂഹ മാധ്യമങ്ങളിലൂടെ ഒക്കെ ഏറ്റവും ശക്തമായി ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യുന്ന കാലമാണ് എന്നുള്ളതാണ്. ചെയ്ത കാര്യങ്ങൾ ചർച്ചയാവട്ടെ, ചർച്ച ചെയ്യുന്നതിൽ ഒരു അപാകതയുമില്ല, ഭയവുമില്ല. അത്രയ്ക്ക് ചെയ്തിട്ടുണ്ട്, പറഞ്ഞത് ചെയ്തു, ചെയ്യുന്നതേ പറയൂ എന്നുള്ളത് കുറേ കൂടി ശക്തമായി ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകുന്ന പരിപാടികളാണ്. ജമാൽ കുവൈറ്റിൽ നിന്ന് ചേരുന്നു. ജമാൽ, അതായത് കുവൈറ്റിലെ സംഘാടനം, ഇന്ന് മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞു. ഉപപ്രധാനമന്ത്രിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചത്. നേരത്തെ ഹിക്മത്ത് അത് സൂചിപ്പിച്ചു. നാളത്തെ വൈകിട്ടത്തെ പരിപാടിക്കുള്ള ഒരുക്കങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണോ? തീർച്ചയായും ഈ മുഖ്യമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പ്രവാസി സുഹൃത്തുക്കളെ തന്നെ വിശദമായി ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ബഹ്റൈൻ, ഖത്തർ, അതുപോലെ തന്നെ മസ്കത്തിലൊക്കെ തന്നെയും അഭൂതപൂർവമായ ജനക്കൂട്ടമാണ് എത്തിച്ചേർന്നതും തങ്ങളുടെ മുഖ്യമന്ത്രിയെ കാണാൻ. കാരണം കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തെ മാത്രമല്ല പ്രവാസികൾക്ക് ആകെ ഒട്ടേറെ ക്ഷേമകരമായ പദ്ധതികൾ നടപ്പാക്കിയ ഒരു ഭരണാധികാരിയാണ്, ആ ഒരു സർക്കാരാണ്. ആ സർക്കാരിന്റെ തലവനെ കാണാൻ ആയിരക്കണക്കിന് ആളുകൾ എത്തി. അത് സംഘാടകരെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ്. മസ്കത്തിലൊക്കെ വലിയ ജനക്കൂട്ടം എത്തി, അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. കുവൈത്തിലും നാളെ വലിയ ജനക്കൂട്ടം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെയും ആഴ്ചകളായി എണ്ണയിട്ട യന്ത്രം പോലെ സംഘാടകർ പ്രവർത്തിക്കുകയാണ്. ഇന്നലെയൊക്കെ അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതിനും വലിയ ജനക്കൂട്ടം നാളെ മൻസൂരിയയിലെ ഇൻഡോ അറബ് അൽ അറബി സ്റ്റേഡിയത്തിൽ എത്തിച്ചേരുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശരി ജമാൽ, നാളെ ജമാലാണ് അവിടെ നിന്ന്, കുവൈറ്റിൽ നിന്ന് ആ പരിപാടി തത്സമയം വിവരങ്ങൾ മലയാളികൾക്ക് മുമ്പിലേക്ക് എത്തിക്കുക. മറ്റ് മാധ്യമങ്ങളൊക്കെ, മുഖ്യധാര ദൃശ്യമാധ്യമങ്ങളൊക്കെ കഴിഞ്ഞ തവണ പല രാജ്യങ്ങളിലും നടന്ന പരിപാടികളോട് കാട്ടിയിട്ടുള്ള സമീപനമൊക്കെ മുമ്പ് വലിയ തോതിൽ ഇപ്പോൾ ചർച്ചയായി വരുന്നുണ്ട്. പക്ഷേ ജമാൽ അവിടെ നിന്ന് കൈരളി ന്യൂസിന് വേണ്ടി, കൈരളി ന്യൂസ് തത്സമയവും കുവൈറ്റിൻ്റെ ഈ പരിപാടി വ്യക്തമായി കാണുകയും ചെയ്യാം. വളരെയധികം ശ്രീ അബ്ദുൽ ഖാദർ, അതുപോലെ യൂത്ത് ലീഗ് നേതാവ് ശ്രീ CK ഷാക്കിർ, ശ്രീ P ശ്രീജിത്ത്, അജയൻ പൊയ്യാറ, AK പവിത്രൻ, അതുപോലെ EM സുധീർ, TV ഹിക്മത്ത്, അഡ്വക്കേറ്റ് സലീം ചോലമുഖത്ത് ഞങ്ങളോട് സഹകരിച്ചതിനും ഈ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിനും